എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് വില്ലി ബൈ ടൂത്ത് പേസ്റ്റ് പ്രസൻസ് അമൃതവേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് 1 കോടി. ഇന്ന് ഈ വേദിയിൽ വരുന്നത് അപൂർവ രോഗം ബാധിച്ച 2 കുട്ടികളുടെ ഒരു അമ്മയാണ്. അവർക്ക് ശരിക്കും 3 കുട്ടികളുണ്ട്. അതിൽ 2 കുട്ടികളിൽ ഒരാൾക്ക് അപൂർവ രോഗം ബാധിച്ചു എന്ന് മാത്രവുമല്ല 90% ഓട്ടീസവും ഉണ്ട്. ഇങ്ങനെയുള്ള കുട്ടി ഇന്ത്യയിൽ തന്നെ ആകെ ഈ കുട്ടി മാത്രമേ ഉള്ളൂ എന്നാണ് അമ്മ പറയുന്നത്. ഈ കുട്ടികൾക്ക് ദയാവധം നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മ വരുന്നു കോട്ടയം പാലയിൽ നിന്ന് തന്റെ ജീവിതത്തിന്റെ പൊള്ളുന്ന പരമാർത്ഥങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുവാനും ഒപ്പം മത്സരിക്കുവാനും. സ്മിത ആന്റണി. സ്വന്തം മക്കളോടൊപ്പം ജീവിതം അവസാനിപ്പിക്കുവാൻ ദയാവധത്തിന് അവസരം തേടിയ സ്മിത ആന്റണി ഒരു തിരിച്ചുവരവിന്റെ പ്രതീക്ഷകൾ ഇപ്പോഴും കൈവിടുന്നില്ല. 3 മക്കളിൽ 2 പേരെ അപൂർവമായ രോഗം ബാധിച്ചതോടെ ജീവിതത്തിന്റെ താളം തെറ്റിയിരിക്കുകയാണ് ഈ കുടുംബനാഥയ്ക്ക്. ഒരമ്മയും ആഗ്രഹിക്കാത്ത വേദനകളുടെയും കഷ്ടപ്പാടുകളുടെയും നടുവിലൂടെയാണ് സ്മിത ആന്റണിയുടെ ദിനരാത്രങ്ങൾ കടന്നുപോകുന്നത്. ഭർത്താവും അടുത്ത ബന്ധുക്കളും സൗഹൃദങ്ങളും മാത്രമാണ് ഈ ദുരിതവെയിൽ പാതകളിലും അല്പമെങ്കിലും തണലേകാൻ സ്മിതയ്ക്കൊപ്പമുള്ളത്. എന്തു ചെയ്യണമെന്നറിയാത്ത ജീവിതാവസ്ഥയിൽ നിന്നും അതിജീവനത്തിന്റെ പ്രതീക്ഷകളുമായി ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക് സ്മിത ആന്റണി. ഹായ് കുട്ടേട്ടാ. നമസ്കാരം സ്മിത ആന്റണി. ഹായ് സ്മിത ആന്റണി, നമസ്കാരം. ഇന്ന് കുട്ടികളെ കൂടെ വന്നിട്ടുണ്ടോ സ്മിതയുടെ കൂടെ? മൂത്ത മോള് വന്നിട്ടുണ്ട്. ആ മോളെ നമസ്കാരം. എന്താ മോളുടെ പേര്? സാന്റീന. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 7th ഏത് സ്കൂളിലാ? ചേർപ്പങ്കൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂൾ. നിങ്ങളോ? ഞാൻ മനുവിന്റെ സുഹൃത്താണ്. ഞങ്ങൾ അയൽവക്കക്കാരുമാണ്. സ്മിതയുടെ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിന്റെ. നിങ്ങൾ അയൽവാസികളാണോ? അയൽവാസികള്. പാലക്കാരാ? ഓക്കെ. സ്മിതയുടെ കൂട്ടുകാരിയാണ്. അയൽവാസികളാ? അയൽവാസി. ഞങ്ങള് ഭാര്യയും ഭർത്താവാണ്. പേര്? ഷൈനി. നമുക്ക് യൂട്യൂബ് ചാനലുണ്ടോ? ഉണ്ട്. എന്തോ ചാനലിന്റെ പേര്? സാൻസ് ഫാമിലി. ഒരുപാട് ആൾക്കാരുണ്ടോ അതിനകത്ത്? കേറിയിട്ടുണ്ടോ? ഇല്ല. അങ്കിൾ ഇതുവരെ കേറിയിട്ടില്ലല്ലോ അതിനകത്ത്. അതിലിപ്പോ 597 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. 98ാമതായിട്ട് ഞാൻ വരുമോ? ഓക്കെ, സന്തോഷം. ഞാൻ വരാം കേട്ടോ. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പൊ മറ്റേ കുട്ടി പഠിക്കുന്നുണ്ടോ? ഇല്ല, 9 വയസ്സാണ്. അയാൾക്കാണ് മെയിൻ പ്രശ്നം ഓട്ടിസവും സിവിയർ ഓട്ടിസം ആണ്. എന്താ അയാളുടെ പേര്? സാൻഡ്രിൻ ജോസഫ്. സാൻഡ്രിൻ. ഓക്കെ. എല്ലാ പേരുകളും ഈ സാചേർത്ത. മകന്റെ പേരെന്താ? ഏറ്റവും ഇളയ ആളുടെ പേര് സാന്റിനോ ജോസഫ്. 3 പേര്. എനിക്കൊന്ന് 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയല്ലേ? ഒരു പെൺകുട്ടി 2 ആൺകുട്ടികൾ. ഈ 2 ആൺകുട്ടികൾക്ക് ഈ പ്രശ്നമുണ്ടോ? അതെ, ഉണ്ട്. ഇളയ ആൾക്ക് അപൂർവ രോഗം മാത്രമേ ഉള്ളൂ. ഈ അപൂർവ രോഗം എന്താ അതിന്റെ പേര്? ശരി, നിങ്ങൾ ഒരു നഴ്സായിരുന്ന ആളാണല്ലോ. അതെ. എന്താ അതിന്റെ പേര്? SWCH, സോൾട്ട് വേസ്റ്റിംഗ് കഞ്ചനിറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലാസിയ. അതെന്താ സംഭവം? അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കാതെ വരുന്നത്, ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാതെ വരുന്ന അവസ്ഥയാണ്. സോഡിയം പൊട്ടാസ്യം വേരിയേഷൻ ഉണ്ടാവും. അല്ല, അതൊരു ജനിതക അസുഖമാണ്. ജനറ്റിക് ഡിസോർഡർ ആണ്. വീട്ടിൽ ആരൊക്കെങ്കിലും ഈ പ്രശ്നം ഉണ്ടായിരുന്നു? ഇല്ല, ആർക്കും ഇല്ല. നോർമലി ഇത് വരുന്ന ആളിന് എന്താ പ്രശ്നം ഉണ്ടാവുക? സോഡിയം പൊട്ടാസ്യം വേരിയേഷൻ ഉണ്ടാവുക എന്നാണ് ഏറ്റവും. സോൾട്ട് ഇവർക്ക് ഇതിന്റെ അകത്ത് ഏറ്റവും സിവിയർ ഫോം ആയിട്ടുള്ളതാണ് ഈ സോൾട്ട് വേസ്റ്റിംഗ് കഞ്ചനിറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലാസിയ എന്ന് പറയുന്നത്. സോൾട്ട് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ശരീരത്തിൽ നിന്ന്. ഉപ്പിന്റെ അംശം കുറഞ്ഞാലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് സാധാരണഗതിയിൽ? സ്റ്റിറോയിഡ് തെറാപ്പി. ഈ അസുഖം കണ്ടുപിടിച്ചിട്ട് എത്ര കാലമായി? 2 പേർക്കും ഈ അസുഖം ഉണ്ട് അല്ലേ? 2 പേർക്കും ബൈ ബർത്ത് തന്നെ. 7 ദിവസത്തിന് ശേഷമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. എത്ര? 7 ദിവസം. 7 ദിവസം ജനിച്ചു കഴിഞ്ഞാൽ. അത് ബ്ലഡ് ടെസ്റ്റ് വഴിയാണ് കണ്ടുപിടിക്കുന്നത്. ഇതിൽ ഒരാൾക്ക് ഓട്ടിസം ഉണ്ട്. അത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയായിരുന്നു? ഇല്ല, 2.5 വയസ്സ്. 2.5 വയസ്സ്. അത് 90% ഉണ്ടല്ലേ ഓട്ടിസം? 90% ഓട്ടിസം ഉണ്ട്. കാലിന് ഫ്ലാറ്റ് ഫൂട്ട് എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അത് ഈ കാൽസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാവുന്നതാണ്. ഇവരുടെ ഈ CAH എന്നുള്ള അസുഖത്തിന് കാൽസ്യം കുറവാണ് അതിൻ്റെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത്. അപ്പം കാൽസ്യത്തിന് കുറവ് മൂലം മോൻ്റെ ഫ്ലാറ്റ് ഫൂട്ടാണ്. നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ കാല് പോലല്ല, ഈ പാദത്തിന് 2 വശത്തേക്കും ചെരിവാണ്. താങ്കൾ ഈയിടയ്ക്ക് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിൽ താങ്കൾ ശരിക്കും ഈ കുട്ടികൾക്ക് ദയാവധം നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. കുട്ടികൾ തന്നെയല്ല, ഞങ്ങൾക്ക് ഫാമിലി മൊത്തവും ഞങ്ങള് ദയാവധത്തിനായിട്ട് അപേക്ഷിക്കാൻ പോകും. മുഴുവൻ പേരും ദയാവധത്തിന് അപേക്ഷിക്കാനാണ്. കുട്ടികളെ തന്നെ നമുക്ക് ഒരിക്കലും അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്കൊരു സ്വയം മരിക്കുന്നതിലും നല്ലത് മറ്റുള്ളവരും അറിഞ്ഞ് അവര് തീരുമാനിക്കുക നമ്മൾ മരിക്കണോ വേണ്ടയോ എന്നുള്ളത്.
അപ്പൊ കുടുംബം മുഴുവൻ ദയാവധത്തിന് അനുവദിക്കണം അങ്ങനെ ഒരു എന്നാണ് കൺസെപ്റ്റ് ആയിരുന്നു, ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഭർത്താവ് ഉൾപ്പെടെ. ആവശ്യമായിരുന്നു. അതെ. താങ്കൾ ഈയിടയ്ക്ക് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിൽ താങ്കൾ ശരിക്കും ഈ കുട്ടികൾക്ക് ദയാവധം നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. കുട്ടികൾ തന്നെയല്ല, ഞങ്ങൾക്ക് ഫാമിലി മൊത്തവും ഞങ്ങള് ദയാവധത്തിനായിട്ട് അപേക്ഷിക്കാൻ നിങ്ങൾ മുഴുവൻ പേരും ദയാവധത്തിന് അപേക്ഷിക്കാനാണ്. കുട്ടികളെ തന്നെ നമുക്ക് ഒരിക്കലും അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല. ഞങ്ങൾക്ക് നമുക്കൊരു സ്വയം മരിക്കുന്നതിലും നല്ലത് മറ്റുള്ളവരും അറിഞ്ഞ് അവര് തീരുമാനിക്കുക നമ്മൾ മരിക്കണോ വേണ്ടയോ എന്നുള്ളത്. കുടുംബം മുഴുവൻ ദയാവധത്തിന് അനുവദിക്കണം അങ്ങനെ ഒരു എന്നാണ് കൺസെപ്റ്റ് ആയിരുന്നു, ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഭർത്താവ് ഉൾപ്പെടെ. ആവശ്യമായിരുന്നു. അതെ. നിങ്ങൾ തീരുമാനിച്ചുറച്ചിട്ടാണോ ഈ പത്രസമ്മേളനത്തിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചത്? തീർച്ചയായിട്ടും. ഈ ഹർജി കൊടുത്തോ ശരിക്കും? ഇല്ല. അത് കൊടുക്കാൻ കാത്തിരിക്കുകയാണോ അതോ? അതെ, നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജപ്തിയാണ് വീടിന്റെ. ഒരു 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ഫണ്ട് 8 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ ജപ്തിയിലേക്ക് വീട് പോവും. പിന്നെ ചികിത്സ ഇപ്പോൾ ഒരു 8 മാസമായിട്ട് മെഡിസിൻസും കാര്യങ്ങളും ഗവൺമെന്റ് തരുന്നുണ്ട്. അപ്പം അത് കണ്ടിന്യൂസ് അല്ലായിരുന്നു. അപ്പം അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ, അതുപോലെ ലാബ് ടെസ്റ്റുകൾ അതും കണ്ടിന്യൂസ് അല്ലായിരുന്നു. അപ്പം അത് കിട്ടുക. പിന്നെ നമുക്ക് ഈ കുട്ടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടിസവും കൂടെ ഉള്ളതുകൊണ്ട് ബ്ലഡ് എടുക്കാൻ പറ്റില്ല. ഒരു 7-8 പേര് ഒരുമിച്ച് പിടിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് മോന്റെ എടുക്കുന്നത്, ബ്ലഡ് എടുക്കുന്നത്. ഇളയ മോന് കുഴപ്പമില്ല, മൂത്ത മോന്റെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈ ബർത്ത് തൊട്ട് എടുക്കുന്ന, അവിടെ പാലായി തന്നെയുള്ളതാണ്, കിസ്കോ എന്ന് പറയുന്ന ലാബോറട്ടറിയിലാണ് എടുക്കുന്നത്. അപ്പോൾ അവർ ബൈ ബർത്ത് തൊട്ടാകുമ്പോൾ അവർക്ക് അറിയുകയും ചെയ്യാം അവർ നമ്മളുമായിട്ട് നല്ലൊരു പ്രവർത്തനമല്ല. അപ്പോൾ അവരുടെ അവിടെ തന്നെ എടുക്കത്തക്ക രീതിയിൽ നമുക്ക് ഫുൾ ആക്കി കിട്ടുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു, ആക്കി കിട്ടും എന്നാണ് പ്രതീക്ഷ. ഈ ഹർജി കൊടുക്കും എന്നുള്ള മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞത് ശരിക്കും ഇത് ഒരു ജനശ്രദ്ധയെ കൊണ്ടുവരാൻ വേണ്ടി, കാര്യം ഇങ്ങനെയുള്ള നിങ്ങൾ അനുഭവിക്കുന്ന ഈ നൊമ്പരങ്ങൾ ജനത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു ആശ്വാസം കണ്ടെത്തുക ആയിരുന്നു ലക്ഷ്യം? അതോ ഒറിജിനലി നിങ്ങൾ ഹർജി കൊടുക്കാൻ തീരുമാനിച്ചിട്ട് അറിയിച്ചാണോ പത്രക്കാരെ? അല്ല, യാതൊരു നിവൃത്തിയില്ല എങ്കിൽ നമ്മൾ ഹർജി കൊടുക്കുക. അല്ല, ഒരു മാർഗമില്ല വന്നാൽ ദയാവധം മാത്രമേ വഴിയുള്ളൂ. അതിന് പെട്ടെന്ന് നിങ്ങളെ അടിയന്തരമായി പ്രേരിപ്പിച്ച എന്തായിരുന്നു? നമ്മള് FHSയിൽ ഒരു ജോലിക്കായിട്ട്, ഗവൺമെന്റ് ജോലിക്കായിട്ട്, നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പുറത്തേക്ക് വേറൊരിടത്തേക്കും പോകാൻ സാധ്യമല്ല. നമ്മളുടെ ആ സ്ഥലത്ത് തന്നെ ആകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. ഗവൺമെന്റ് ജോലിയും കൂടെ ആകുമ്പോൾ നമുക്ക് അതിനൊരു സേഫ്റ്റി ഉണ്ട്, പെട്ടെന്ന് പറഞ്ഞു വിടത്തില്ല. അപ്പം ആ ഒരു ജോലിക്കായിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം 5/11/2020 ജോലിക്ക് തന്നെയാണോ കൊടുത്തത്? നേഴ്സായിട്ട് തന്നെ. 2006 മുതൽ 2009 പിന്നെ 10 കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മോളൊക്കെ ജനിച്ച് പിന്നെ അങ്ങനെ ഇതായി പോവുകയാണ്. അപ്പൊ എന്നിട്ട് ഈ ജോലി എന്തായി? സർക്കാരിൽ അപേക്ഷ കൊടുത്തതിന് ശേഷം 1 വർഷം കഴിഞ്ഞിട്ടും ഇവരുടെ യാതൊരു വിധത്തിലുള്ള നമുക്ക് മറുപടിയോ യാതൊന്നും കിട്ടുന്നില്ല. ഇതിന്റെ ഫോളോ അപ്പ് ചെയ്തിട്ടൊന്നും യാതൊരു ഇതുമില്ലാതെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഇതിന്റെ ഫോളോ അപ്പ് എന്തെങ്കിലും ആയോ എന്ന് ചോദിച്ച് ഞങ്ങൾ ഒരു കത്ത് പഞ്ചായത്തിന് കൊടുക്കുന്നു. പഞ്ചായത്തിന് കൊടുത്തപ്പോൾ അവിടുന്ന് നമുക്ക് മറുപടി കിട്ടുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ കോട്ടയം, അതുപോലെ തന്നെ LSGD ഡയറക്ടർ ട്രിവാൻഡ്രം, ഇങ്ങനെ 3 സ്ഥലത്തേക്ക് അവര് 26/11/22 അവര് പോസ്റ്റായിട്ട് അതുപോലെ തന്നെ ഈ മെയിലായിട്ടും അയച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു മറുപടി കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഈ മറുപടി വിവരാവകാശം വെച്ചെടുത്ത് ഈ വിവരാവകാശം ഉൾപ്പെടെ നമ്മൾ ഈ സ്ഥലങ്ങളിലേക്കെല്ലാം, ഇവർ പറഞ്ഞിരുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം നമ്മൾ അയച്ചിട്ട് നമ്മൾ വിവരാവകാശമായിട്ട് നമ്മൾ ചോദിച്ചു, നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ അവരുടെ മറുപടി ഇതൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ ലഭിച്ചിട്ടില്ല എന്നുള്ള മറുപടി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയായി പോയി. അപ്പം അങ്ങനെ ആ അവസ്ഥ വന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതിരുന്നപ്പം നമ്മളുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം ഈ മിനിസ്റ്റർ വാസവൻ സാറിന്റെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു. അപ്പം ഒന്ന് അന്വേഷിച്ചിട്ട് പറയാമോ എന്ന് ചോദിച്ചു, എന്താണ് ഇതിന്റെ കണ്ടീഷൻ എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നുപോലെ ഇങ്ങനെ നിങ്ങളുടെ പഞ്ചായത്തിലാണ് പ്രശ്നം, അവിടുന്ന് അയച്ചിട്ടില്ല, നിങ്ങൾ അയക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതനുസരിച്ച് നമ്മൾ പിന്നെ ബാക്കി കാര്യങ്ങൾ മൂവ് ചെയ്ത് മനുഷ്യാവകാശ കമ്മീഷന് ഞാൻ പരാതിയായിട്ട് കൊടുത്തു. മനുഷ്യാവകാശ കമ്മീഷൻ പരാതി സ്വീകരിച്ച് അവർ നമ്മളെ വിളിച്ചു. ഡിസംബറിലായിരുന്നു, 30/12/2022 അവർ വിളിച്ചതിന് ശേഷം അവിടെ ചെന്ന് ഞാൻ പങ്കെടുത്തു. ആദ്യം എന്നെയാണ് വിളിച്ചതിന് ശേഷം അവർ അവിടെ സംസാരിച്ചു കാര്യങ്ങളെല്ലാം, നമ്മുടെ ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം സംസാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, 2ാമത്തെ സിറ്റിങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിക്കുമെന്ന് അറിയിച്ചു. അതിനുശേഷം 2ാമത്തെ സിറ്റിംഗ് വിളിച്ചപ്പോൾ ഈ പഞ്ചായത്ത് സെക്രട്ടറി അവിടെ കൊടുത്തിരുന്നത് ഈ നമ്മളോട് പറഞ്ഞിരുന്ന ഈ 3 സ്ഥലങ്ങളിലെയും രേഖകൾ തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർക്ക് നൽകുന്നത്. മനുഷ്യാവകാശ കമ്മീഷന് നമ്മളുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായി ഇതങ്ങനെ പോയിട്ടില്ല എന്നത് മനസ്സിലായതുകൊണ്ട് ഇദ്ദേഹത്തെ ശാസിച്ചു, പഞ്ചായത്ത് സെക്രട്ടറിയെ ശാസിച്ചു, ഇനി
നിങ്ങൾ ഇത്തരത്തിൽ മനുഷ്യത്വം ഇല്ലാത്ത ആളുകളുടെ അടുത്ത് പോവരുത് എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ കരഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ നേരിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് നേരിട്ട് റിപ്പോർട്ട് കൊടുക്കുകയും അദ്ദേഹത്തെ വിളിച്ച് അറിയിക്കുകയും ചെയ്യാം. ഇവർക്ക് ഈ അപേക്ഷ കൊടുത്ത് 1 മാസം തന്നെ നിങ്ങൾ ജോലി കൊടുക്കേണ്ടതല്ലായിരുന്നോ? കാരണം ഇവർക്ക് മറ്റൊരിടത്തേക്ക് ജോലി ചെയ്യാൻ പോകാൻ പറ്റില്ല ഇവരുടെ അവസ്ഥ കാരണം. അപ്പം അല്ലായിരുന്നെങ്കിൽ ഇവർക്ക് വിദേശത്ത് എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ അവസ്ഥ എന്തുവാ ഈ ജോലിയുടെ? കിട്ടിയിട്ടില്ല, ഒന്നുമില്ല, കിട്ടിയിട്ടില്ല. പാലയിലാണല്ലോ താങ്കൾ ഇപ്പൊ താമസിക്കുന്നത്? പാലാ കൊഴുവനാൽ അല്ലേ? ഈ കൊഴുവനാലിനടുത്തൊക്കെ ഒരുപാട് സ്വകാര്യ ആശുപത്രികളുണ്ട്. അപ്പൊ ഈ സ്വകാര്യ ആശുപത്രികളൊന്നും പ്രത്യേകിച്ച് നഴ്സിംഗ് ജോലിക്കൊക്കെ ഒത്തിരി സാധ്യതയില്ലേ? അതിനെന്താ ട്രൈ ചെയ്യാത്ത? നഴ്സിംഗ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റി ഇല്ല ജോലിക്ക്. നമ്മൾ ചെന്ന് ഇപ്പം ഈ കുട്ടികൾക്ക് അസുഖം ആയതുകൊണ്ട് ഇപ്പൊ 2 ദിവസം ജോലിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരും നമ്മളോട് അവിടെ നിൽക്കാൻ പറയില്ല. അവരന്നേരം തന്നെ അവരുടെ ആ രീതി അനുസരിച്ച് അവർ പറയും, നിങ്ങൾ വീട്ടിൽ പോയിരുന്നുള്ളൂ, നമുക്ക് വേറെ ആളെ എടുക്കാനുണ്ടെന്ന് പറയും. അപ്പം നമുക്ക് അല്ലെ, നമ്മളിപ്പോ എല്ലാ ആശുപത്രികളും അങ്ങനെ ആകണമെന്നുണ്ടോ? ചിലപ്പോൾ ഒരു മനുഷ്യപ്പറ്റി കാണിച്ചാലോ അവര്? അല്ല, അങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ അവർക്ക് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും അങ്ങനെ പ്രൈവറ്റ് ആശുപത്രി ട്രൈ ചെയ്തായിരുന്നു? ഇല്ല, ട്രൈ ചെയ്തില്ല. ഇല്ല, കാരണം ഇളയ മോന് 3 വയസ്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. നമുക്ക് ഒരു കിട്ടിക്കഴിയുമ്പോഴത്തേക്കും താമസം വരുമല്ലോ. പിന്നെ ഈ ഡ്യൂട്ടികൾക്ക് ഷിഫ്റ്റ് ബേസിലാണ് ഡ്യൂട്ടി. അപ്പം എനിക്ക് ഷിഫ്റ്റ് ബേസിൽ ഡ്യൂട്ടി ചെയ്യാൻ ഒട്ടും പറ്റില്ലല്ലോ. കുഞ്ഞുങ്ങളുടെ ഈ അവസ്ഥ അവരെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കുട്ടികളുടെ ചികിത്സയ്ക്ക് ഇപ്പൊ 1 മാസം എത്ര രൂപ ചെലവ് വരും? 1 മാസം 50,000-60,000 രൂപയോളം ചെലവ് വരും. സോഴ്സ്? അപ്പൊ അങ്ങനെ അവരിപ്പം മെഡിസിൻസ് തരാൻ തുടങ്ങി. ഗവൺമെന്റ് 8 മാസമായിട്ട് നമുക്ക് മെഡിസിൻസ് അറേഞ്ച് ചെയ്യാം. പക്ഷെ ആ മെഡിസിൻസിനേക്കാളും പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് ഈ മെഡിസിൻസ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പരിണിത ഫലമാണ്. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിട്ടും മറ്റുള്ള രീതിയിലുള്ള ഇൻഫെക്ഷനുകളായിട്ട് വരും. അപ്പം ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലിന് 650-700 രൂപയൊക്കെയാണ് വരുന്നത്. അപ്പം ഇത്ര ബോട്ടിൽ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അതിന് സാധിക്കത്തില്ല. അത്രയും മെഡിസിൻസും കാര്യങ്ങളും, അതാണ് നമുക്ക് ചെലവ് കൂടുതലായിട്ട് വരുന്നത്. ഈ അപൂർവ രോഗമായിട്ട് ഡിക്ലെയർ ചെയ്യണമെന്നതിൽ നിങ്ങളൊരു നീക്കം നടത്തിയിരുന്നല്ലോ. അപ്പൊ അത് ഗവൺമെന്റ് വിധിയാണോ ഡിക്ലെയർ ചെയ്യേണ്ടത്? അതെ. അല്ല, അതിലെന്താ ഈ കാര്യം? അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 50 ലക്ഷം രൂപ മാസം കിട്ടുമായിരുന്നു, അങ്ങനെയുണ്ടോ? അല്ല, കൈ കിട്ടുമല്ലോ. അതിന്റെ ട്രീറ്റ്മെന്റ് ചെലവ് വഹിക്കും അല്ലേ? ഓക്കെ. പക്ഷെ അതിന്റെ കാര്യം എന്തായി? അത് നമ്മൾ ആദ്യം തന്നെ അപേക്ഷ കേന്ദ്ര ഗവൺമെന്റിൽ കൊടുത്തു. അതിനുശേഷം സംസ്ഥാന ഗവൺമെന്റിലും കൊടുത്തു. അതിന്റെ പ്രൊസീജിയേഴ്സ് ഒന്നും കറക്റ്റായിട്ട് പോയില്ലായിരുന്നു. പിന്നീട് നമ്മൾ ഹൈക്കോടതിയിൽ കൊടുക്കേണ്ടി വന്നു. ഹൈക്കോടതിയിൽ ഉടൻ തന്നെ അവർ വിധിയുണ്ടായി. ഹൈക്കോടതിയുടെ വിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ചികിത്സയും മറ്റെല്ലാ കാര്യങ്ങളും ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും കൂടെ നടത്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതിന് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു പ്രൊസീജിയേഴ്സിന് COE എന്ന് പറയുന്ന സെന്റർ ഫോർ എക്സലൻസസ്, അത് നമ്മുടെ കേരളത്തിനില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും അടുത്തത് ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോകണം. ഇളയ മോനെ കൊണ്ടുപോകുന്നതിന് നമുക്ക് പ്രശ്നമില്ലായിരുന്നു. മൂത്ത മോനെ ഈ സിവിയർ ഓട്ടിസം ആയതുകൊണ്ട് മോനെ ക്യാരി ചെയ്തു പോകാൻ നമുക്ക് പറ്റില്ല. അപ്പം അതിന് അങ്ങനെ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴത്തേക്ക് നമ്മൾ അവരോട് ബൈ ലെറ്റർ ആയിട്ട് നമ്മൾ അയച്ചു ചോദിച്ചു, ഞങ്ങൾ ഏത് സോഴ്സ് ഓഫ് മെത്തേഡിലാണ് നമ്മൾ കുട്ടിയെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അവർക്ക് ആ സോഴ്സ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം സിവിയർ ഇതുള്ളത് ഫ്ലൈറ്റിന് പറ്റില്ല, ട്രെയിൻ പറ്റില്ല, കാറോ വല്ല റോഡ് മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് നമ്മളോട് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ ട്രൈ ചെയ്തു. ഒരു 3-4 പ്രാവശ്യം തൃശ്ശൂര്, പാലക്കാടൊക്കെ വരെ കൊണ്ടുപോയി. പക്ഷെ മോന് പറ്റാതെ പ്രയാസം നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു. അങ്ങനെ അറ്റംപ്റ്റ് ഫെയിലിയർ ആയിപ്പോയി. അപ്പം നമ്മൾ വീണ്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ ലെറ്റേഴ്സും കാര്യങ്ങളും എല്ലാം നൽകി. അപ്പം അവരോട് പറഞ്ഞിരുന്നത്, നമ്മൾ ചോദിച്ചിരുന്നത് ട്രിവാൻഡ്രം SIT, ICH കോട്ടയം, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് കോട്ടയം. ഇപ്പം ഈ 3 സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് COE ആക്കി തരണം എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ കുട്ടികളുടെ വീഡിയോസും അതുപോലെ തന്നെ കുട്ടിയുടെ അവസ്ഥയും കാര്യങ്ങളും, ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഫ്രണ്ട് മുഖേന ഞങ്ങൾ ഇങ്ങോട്ടൊന്നും ചെക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻ ഒന്നുമില്ലേ? അതറിയില്ല. കാരണം ഇതിപ്പോ അങ്ങോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ലെന്നുണ്ടെങ്കിൽ പ്രായവും അല്ലെങ്കിൽ പിന്നെ അതല്ലേ വഴിയുള്ളൂ. അല്ല, അങ്ങനെ എന്തെങ്കിലും ഭാവിയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അല്ലേ? ഈ യഥാർത്ഥത്തിൽ ആദ്യത്തെ മകൾക്ക് ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ഒരു കുഴപ്പമില്ല. താങ്കൾ കല്യാണം കഴിച്ചത് 2010 അല്ലേ? 2010. ഈ ആദ്യത്തെ മകളായിരുന്നു. അതിനുശേഷം എത്ര കാലം കഴിഞ്ഞാണ് അടുത്ത കുട്ടി? 3 വർഷം. നോർമൽ ഡെലിവറി ആയിരുന്നു? അതെ. എത്ര സമയം കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരു അനോമലി ഉണ്ടെന്ന് മനസ്സിലായത്? മോന് കരയുന്നില്ലായിരുന്നു. ഇല്ല, കരച്ചിലും അനക്കവും കരച്ചിലും ഒന്നും ഇല്ലായിരുന്നു. അപ്പം അന്നേരം മോന്റെ കളറ് ബ്ലാക്ക് കളറായിരുന്നു. ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ ചേഞ്ചസ് ആണ് ഈ CAGന്റെ ഒരു പ്രത്യേകത. കളർ ചേഞ്ചസ് ആണ് അവരുടെ. പിന്നെ ദേഹത്തെല്ലാം രോമം കൂടുതൽ കാണും. അതൊക്കെയാണ് അവരുടെ പ്രത്യേകത. അപ്പം ഈ പീഡിയാട്രിഷ്യനൊക്കെ ഇങ്ങനെ അസുഖമാന്ന് അന്നേരം അവർക്ക് മനസ്സിലാവത്തില്ല. കരച്ചിലൊക്കെ ആണെന്നും പറഞ്ഞുകൊണ്ട് അവര് ഇൻക്യുബേറ്ററിലും ഒക്കെ ഇട്ടിരിക്കുവായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചു പറഞ്ഞു വിട്ടു. ഒരു കുഴപ്പമില്ല. ഡോക്ടറെ ശ്രദ്ധപ്പെട്ടായിരുന്നു? തീർച്ചയായിട്ടും. ഡോക്ടർ എന്താ പറഞ്ഞത്? അത് കുഴപ്പമില്ല, ശരിയായിക്കോളും.
എന്നൊക്കെയാണ് പറഞ്ഞത്. വൈകിയും കരഞ്ഞിട്ടുള്ള കുട്ടികളുണ്ടല്ലോ എന്തോ ഉണ്ട്. സാച്ചുറേഷൻ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മളെ വീട്ടിൽ വിട്ടു. വീട്ടിൽ വന്നതിന് ശേഷം നിർത്താതെ വോമിറ്റിങ്ങും ഡയറിയയുമായിരുന്നു. അപ്പോൾ ഇത് നിർത്താതെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല. ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുന്നു, അന്നേരം തന്നെ വോമിറ്റ് ചെയ്യുന്നു, അതേ കൂടെ തന്നെ ലൂസ് മോഷൻ. അപ്പം കറുത്ത് പെട്ടെന്ന് കളർ ചേഞ്ച്, പെട്ടെന്ന് പിന്നെയും കളർ ചേഞ്ച് വരുന്നു, കറുത്ത കളറിലേക്ക് ആവുന്നു. നമ്മൾ വീണ്ടും തന്നെ നമ്മൾ ആ ഉണ്ടായ ഹോസ്പിറ്റലിൽ, മേരി ക്യൂൻസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലായിരുന്നു, ആ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വീണ്ടും കൊണ്ടുചെല്ലുന്നു. അവിടെ ചെന്ന് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊച്ചിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഡോക്ടറിനൊന്നും മനസ്സിലായില്ല എന്താണെന്നുള്ളത്. വെല്ലൂരിൽ നിന്നൊരു ഡോക്ടർ അവിടെ വേറെന്തോ കാര്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഡോക്ടറോട് ഈ നമ്മുടെ പീഡിയാട്രിഷ്യൻ പറയുന്നു, ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ ഉണ്ട്, എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറയുന്നു, ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അന്നേരം തന്നെ സോഡിയം പൊട്ടാസ്യം ഇങ്ങനെ വേരിയേഷൻ ആണ്, എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നു. അന്നേരം തന്നെ ഫ്ലൂയിഡ് ഇട്ട് ഉടനെ തന്നെ നിങ്ങൾ കാറിലൊന്നും കൊണ്ടുപോകരുത്, കുട്ടി ജീവനോടെ കിട്ടില്ല, നിങ്ങൾ ആംബുലൻസിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഡോക്ടർ വിളിച്ച് കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ആംബുലൻസും അറേഞ്ച് ചെയ്ത് തന്ന് ഞങ്ങൾ 1 മണിക്കൂറും കൊണ്ടാണ് ആ ഡോക്ടർ അവിടെ വരെ എത്തിക്കണമെന്ന് പറഞ്ഞ് 3/4 മണിക്കൂർ കൊണ്ട് തന്നെ തിരുവല്ല പുഷ്പഗിരിയിൽ കൊണ്ടെത്തിച്ച് അന്നേരം തന്നെ വെന്റിലേറ്ററിൽ ICUവിൽ കയറ്റുമായിരുന്നു. അവിടെ പിന്നെ ട്രീറ്റ്മെന്റിന് ശേഷം 1 മാസത്തോളം ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ, അതിനുശേഷമാണ് അറിയാൻ സാധിച്ചത് കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയാണ് എന്നുള്ളത്. ഇത് ആരാ കണ്ടെത്തിയത് ശരിക്കും? എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ രാജീവ് ഫിലിപ്പ്. ഓക്കെ, അദ്ദേഹമാണ് കണ്ടെത്തിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് പിന്നെ കുട്ടി ഉണ്ടായാലും ഇതേ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. അടുത്ത കുട്ടി എത്ര ഗ്യാപ്പിന് ശേഷം ഉണ്ടായത്? മൂന്നാമത്തെ കുട്ടി 3 വർഷം കഴിഞ്ഞു, പിന്നെ 4ാമത്തെ വർഷം. അപ്പൊ അതും നോർമൽ ആയിരുന്നു അല്ലേ? അല്ല, സിസേറിയൻ ആയിരുന്നു. ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ടും എനിക്ക് ചെറിയ ഇടയ്ക്കിടയ്ക്ക് പെയിനും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകൾ. പിന്നെ ഈ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് മോള് തൊട്ട് എനിക്ക് ഫുൾ ടൈം വോമിറ്റിംഗ് ആയിരുന്നു. ഫുഡ് എന്തെങ്കിലും കഴിച്ചു അന്നേരം തൊട്ട് വോമിറ്റ് ചെയ്യാം, കിടക്കുമ്പോൾ വരെ വോമിറ്റ് ചെയ്തുകൊണ്ട്. അപ്പം നമ്മളുടെ അടുത്ത് തന്നെ നമ്മൾ പാത്രമൊക്കെ വെച്ച് കിടക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പം അതുകൊണ്ട് അവർ സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞ് സിസേറിയൻ ചെയ്തു. സിസേറിയൻ ചെയ്ത സമയത്ത് ഇതേപോലെ തന്നെയുള്ള കണ്ടീഷൻ, ഒച്ചയില്ല, അതുപോലെ കളർ ചേഞ്ചും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അവിടുന്ന് ഇതുപോലെ തന്നെ നമുക്കറിയാലോ ഓൾറെഡി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത്. അന്നേരം തന്നെ അവിടുന്ന് അമൃതയിലോട്ട് അതും ആംബുലൻസ് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു. അത് പാലായി തന്നെയായിരുന്നു. കുഞ്ഞ് കരയത്തൊന്നുമില്ലായിരുന്നു അല്ലേ? ഇല്ല. ആ കുട്ടിക്കാണ് പിന്നീട് ഓട്ടിസം ഉണ്ടെന്ന് മനസ്സിലായത്. അല്ല, ഇത് രണ്ടാമത്തെ കുട്ടിക്ക്. അത് ഈ ആ കുഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കരഞ്ഞോളൂ എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ എത്ര കാലം കഴിഞ്ഞാ കരയൊക്കെ ചെയ്ത്? അത് കഴിഞ്ഞ് തന്നെ അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഈ ഓട്ടിസം ഉണ്ടെന്ന് എപ്പോഴാണ് മനസ്സിലായത് രണ്ടാമത്തെ കുട്ടിക്ക്? അതിന്റെ ഇടയ്ക്ക് കുഞ്ഞിന് വയറ്റിൽ ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടായി. അപ്പം ഇവരുടെ ഒരു അസുഖത്തിന്റെ ഒരു പ്രത്യേകത കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അപ്പം എന്തേരെ വയറ്റിൽ നിന്ന് പോയി എന്നുള്ളത് അമ്മയാണെങ്കിലും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം മോന് ഭയങ്കര വയറ്റുവേദന ഉണ്ടായി. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുചെല്ലുന്നു. അവിടെ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുചെല്ലുന്നു. അവിടെ ചെന്ന് ഡോക്ടർ വയറുവേദനയ്ക്കുള്ള മരുന്നൊക്കെ തന്ന് മാറിക്കോളൂ എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിൽ വിട്ടതിന് ശേഷം കൊച്ച് കിടക്കുകയോ ഇരിക്കുകയൊന്നുമില്ല, ഭയങ്കര ഞെളിവിരി കൊണ്ട് ഭയങ്കര പ്രശ്നം. അപ്പൊ രാത്രി 1 മണിയായപ്പോൾ ഞങ്ങള് നേരെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുചെന്ന് അവർക്ക് എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും അവിടെ ഹോസ്പിറ്റലിലുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഉള്ളതുകൊണ്ടും അവരന്നേരം തന്നെ അവർക്ക് മനസ്സിലായി, സ്കാൻ ചെയ്തു. അന്നേരം തന്നെ അവർക്ക് മനസ്സിലായി വയറിന്റെ അകത്ത് മലം ഇങ്ങനെ കെട്ടിക്കിടക്കുക എന്നുള്ളത്. അന്നേരം തന്നെ ഡോക്ടർ വന്ന് ഇങ്ങനെ ഡയലൂട്ട് ചെയ്തിട്ട് ഡയലേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ബ്ലഡും ഇതെല്ലാം കൂടെ പുറത്തേക്ക് പോകുന്നു. അപ്പം അതിനുള്ള ട്രീറ്റ്മെന്റ് നടന്നതിന്റെ സമയത്ത് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ, ഇദ്ദേഹം മോന്റെ സംസാരമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. അപ്പൊ ഈ ഡോക്ടർ സജഷൻ ചെയ്തു മറ്റേ ഒരു ഡോക്ടറെ, ഈ സൈക്കോളജിസ്റ്റിനെ കാണിക്കാനായിട്ട്. അങ്ങനെ കാണിച്ച് അതിനുശേഷം അവിടെ പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു സെന്റർ ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു ആശ എന്ന് പറയുന്ന ഡോക്ടറാണ് ഈ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടെന്നുള്ള കാര്യം ആദ്യം പറയുന്നത്. മനസ്സിലായത്? അല്ല, നമ്മൾ പീഡിയാട്രിഷ്യൻ, നമ്മുടെ കുഞ്ഞ് ഉണ്ടായ സമയത്തുള്ള പീഡിയാട്രിഷ്യൻ പറഞ്ഞത് അങ്ങനെ കുഞ്ഞുങ്ങൾ താമസിച്ച് സംസാരിക്കുന്നവരുണ്ട്. അദ്ദേഹത്തിന്റെ ആ താമസം കൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. ഈ കുട്ടി എന്താ ലക്ഷണങ്ങൾ കാണിക്കുന്നത്? ഓട്ടിസത്തിന്റെ ഓട്ടിസത്തിന്റെ കൈയിട്ട് ഫ്ലാപ്പിംഗ് ഹാൻഡ്സ്, അതുപോലെ തന്നെ തലയിട്ട് ബഹളം വെക്കുന്നു, തലക്കിട്ട് തല അടിച്ചു പൊട്ടിക്കും, അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും. അവൻ സ്വയം അവന്റെ ദേഹമെല്ലാം ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുള്ളൂ. നമ്മളെ ആരും ഉപദ്രവിക്കൊന്നുമില്ല. പാവമാണ്, ആള് പാവമാണ്. അവന് എന്തെങ്കിലും ഈ CH ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനും സംസാരിക്കത്തില്ലല്ലോ, തീരെ സംസാരമില്ല. അപ്പം പറഞ്ഞ് അവനെ നമ്മളെ അറിയിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവന്റെ ശരീരത്തിൽ ഏത് രീതിയിലാണ് അത് പുറത്തേക്ക് വരുന്നത് നമുക്കും പറയാൻ പറ്റത്തില്ല. അപ്പൊ അന്നേരത്തെ അവസ്ഥയാണ്. ചിലപ്പോൾ നിലത്തെല്ലാം ഊരുണ്ട് അടിച്ചു പിടിച്ച് തലയെല്ലാം തല്ലി പൊളിച്ച് വായിക്കകത്ത് കൈയൊക്കെ ഇട്ട് കുത്തി ബ്ലഡ് എല്ലാം വരുത്തി, അങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടീഷനാണ്. ഇത് അപൂർവ രോഗമാണെന്ന് നിർണയിച്ചത് ആരാണ് ശരിക്കും? കാരണം നമ്മൾ ഇതിനൊരു എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ കാണുമല്ലോ. അപൂർവ രോഗം നിർണയിച്ചത് അന്ന് തന്നെ അവിടെ തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ. അല്ല, അതിനെന്തെങ്കിലും വേറെ മെഡിക്കൽ അംഗീകാരം വേണോ അങ്ങനെ ഒരു രോഗിയിൽ അങ്ങനെ അപൂർവ രോഗമാണെന്ന് നിർണയിക്കാൻ? വേണ്ട.
അതാവശ്യമില്ല. അങ്ങനത്തെ ഒന്നും ആവശ്യമൊന്നും അല്ല, ഈ പട്ടികയിൽ ഉൾപ്പെടാൻ, അപൂർവ രോഗത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടാൻ അതാവശ്യമില്ലേ? ഇല്ല, അങ്ങനെ ആവശ്യമൊന്നുമില്ല. അപൂർവ രോഗ കാരണം ഞാൻ ചോദിക്കാൻ കാര്യം, ഇന്ത്യയിൽ ഇപ്പൊ ഈ കുട്ടിക്ക് മാത്രമേ ഇങ്ങനെ ഒരു സംഭവം ഉള്ളൂ എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഓട്ടിസവും ഈ രോഗം ഒന്നിച്ച് ബാധിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതൊരു റെയർ കേസ് ആണല്ലോ. അതെ. അപ്പൊ അത് ഈ പട്ടികയിൽ ആരാണ് ഉൾപ്പെടുത്തുന്നത്? ആർക്കാണ് അതിന്റെ അധികാരം? കേന്ദ്ര ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിനാണ് ആദ്യത്തെ ഉത്തരവാദിത്തം. കേന്ദ്ര ഗവൺമെന്റിന്റെ അവിടുത്തെ പേപ്പറുകളും കാര്യങ്ങളും അവിടെ ഒരു റെയർ ഡിസീസ് കമ്മിറ്റി എന്നും പറഞ്ഞുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ അവിടെയാണ് ആദ്യം അറിയിക്കേണ്ടത്. നമ്മളുടെ കുട്ടികളുടെ കാര്യങ്ങളും പേപ്പേഴ്സ് എല്ലാം അവിടോട്ട് നീക്കുക, അപേക്ഷകളും കാര്യങ്ങളും എല്ലാം. പിന്നെ ഹെൽത്ത് മിനിസ്ട്രിക്ക് അവിടുത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കുക. അതിനുശേഷം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനാണ് പിന്നീടുള്ള ഉത്തരവാദിത്തങ്ങൾ. സംസ്ഥാന ഗവൺമെന്റ് ആണ് ഇത് അംഗീകരിച്ചത്. സംസ്ഥാന ഗവൺമെന്റിന്റെയാണ് ഒരുപാട് പ്രൊസീജിയേഴ്സ്, കാലതാമസങ്ങൾ നമുക്ക് വന്നത്. കാരണം ഇത് ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഈ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു അവസ്ഥയിൽ ഒരാൾ അപേക്ഷ കൊടുക്കുന്നത്. അന്നേരം ഇവർക്ക് അറിയത്തില്ല എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന്. അപ്പൊ അതിന്റെ കുറെ താമസങ്ങളാണ് ഞങ്ങൾക്കുണ്ടായത്. താങ്കൾ എത്ര കാലം നഴ്സായി ജോലി ചെയ്തു? 2006 മുതൽ 2009 വരെ. കല്യാണം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്കാണോ പോയത്? അതെ. ഇപ്പൊ ഈ കുട്ടികളുമായിട്ട് നിങ്ങൾ ഒറ്റയ്ക്കാണോ ഭർത്താവിന്റെ വീട്ടിലാണോ? അല്ല, ഞങ്ങൾ ഒറ്റയ്ക്കാണ്. അപ്പൊ ഇവരെയൊക്കെ നോക്കാൻ സഹായിക്കാൻ ആരാ ഉള്ളത്? ഞാനും എന്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അപ്പൊ ഹസ്ബൻഡിന് ജോലിയില്ലേ? ഇല്ല, ഹസ്ബൻഡ് ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഈ മോനെ നോക്കണമെങ്കിൽ ഹസ്ബൻഡ് തന്നെ വേണം. ഓട്ടിസം ബാധിച്ച കുഞ്ഞ്. ഒരു രണ്ടവസ്ഥയും കൂടെയാണ്. നമ്മൾ പിടിച്ചാൽ നിൽക്കത്തൊന്നുമില്ല. 9 വയസ്സാന്ന് പറഞ്ഞാലും ആളിന് നമ്മളെക്കാളും ശക്തിയാണ് അവരുടെ അസുഖത്തിന്റെ ഇത് കൊണ്ടുള്ളത്. അപ്പോ നേരത്തെ ഇദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നു ഭർത്താവിന്? നേഴ്സാണ് അദ്ദേഹവും. അത് നേഴ്സാണ്. നിങ്ങൾ രണ്ടുപേരും നേഴ്സാണ്. നിങ്ങൾ പരിചയപ്പെട്ട് കല്യാണം കഴിച്ചാണോ അതോ മാട്രിമോണിയൽ വഴി വന്നതാണ് അല്ലേ? കുട്ടി ജനിച്ചതിന് ശേഷമാണോ ഈ ജോലി ഉപേക്ഷിച്ചത് അതോ അതിന് മുമ്പ് ഉപേക്ഷിച്ചോ? അല്ല, കുട്ടി ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിട്ട് ജോലി വിട്ടതാണല്ലേ? അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയില്ല. അപ്പൊ അത്യാവശ്യം വീട്ടിൽ സാമ്പത്തികമൊക്കെ ഉണ്ടോ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ? നേരത്തെ ഉണ്ടായിരുന്നു. ഒരു 2-2.5 കോടി രൂപയുടെ സ്വത്തൊക്കെ ഉണ്ടായിരുന്നു. ഈ അസുഖങ്ങൾ വന്ന് നമ്മള് ഓരോ പ്രാവശ്യവും ആശുപത്രി കയറിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഭാഗം വിൽക്കേണ്ടതായ അവസ്ഥയായിരുന്നു. കാരണം നമുക്ക് കൊടുക്കാൻ നിവർത്തിയില്ലല്ലോ. അപ്പം അങ്ങനെ വന്ന് ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ മുഴുവൻ വിറ്റു. വീട് നമ്മള് ഉണ്ടായിരുന്ന ഈ സ്ഥലങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ 5.5 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നതാണ്. അപ്പൊ നമുക്ക് അടച്ചു തീർക്കാം എന്നുള്ള രീതിയിലാണ്. നമുക്ക് സ്ഥലങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ എടുത്തതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു കോവിഡിന്റെ സമയം ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യമായി പോയി. പിന്നെ നിങ്ങൾക്ക് അടയ്ക്കാൻ വരുമാനമില്ലല്ലോ, പിന്നെ അടയ്ക്കാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അടയ്ക്കാൻ പറ്റാതെ വന്നു. പിന്നെ ഇടയ്ക്കൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ ആ സുഹൃത്തിന്റെ എന്തോ ബന്ധപ്പെട്ട ആളുകൾ, SBIയുടെ RBIയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവര് ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് തരാനായിട്ടും ഒക്കെ അവരൊന്ന് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ശ്രമവും എല്ലാം പാഴായിപ്പോയി. എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയത്തില്ല. ആരോ ഇതിന്റെ അകത്ത് എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അല്ലിപ്പോ ഈ പാല പോലെ ഒരു സ്ഥലത്ത് ഇപ്പൊ ഇങ്ങനെ 2-3 കുട്ടികളുണ്ട്. 2 കുട്ടികൾ മാരകമായിട്ട് ഇങ്ങനെയുള്ള അസുഖമായിട്ട് ട്രീറ്റ്മെന്റിന് വിധേയമാണ്. അപ്പൊ ഇങ്ങനെയുള്ളവരെ സഹായിക്കാൻ സഭയോ അങ്ങനെയുള്ള ആളുകളൊക്കെ മുന്നോട്ട് വരില്ലേ സാധാരണഗതിയിൽ? ഇല്ല, ഞാൻ 2021 എനിക്ക് യാതൊരു നിവർത്തിയില്ല. കോവിഡിന്റെ ടൈമിന് ഞങ്ങളുടെ പിതാവിന് ഒരു ലെറ്റർ എഴുതി പിതാവിനെ കാണാനായിട്ട് ഒരു അപ്പോയിന്റ്മെന്റും ഞാൻ എടുത്തു. അവിടെ ചെന്ന് പിതാവിനെ കണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ കരഞ്ഞു പറഞ്ഞു, സഹായിക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 1 മാസത്തോളം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് പള്ളിയിലെ കൈക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ പൈസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഓടി ചെന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് വെറും 3000 രൂപയായിരുന്നു. 2 കുട്ടികൾക്കും കൂടെ പിതാവ് തന്ന് സഹായിച്ചത്. പക്ഷെ നമുക്ക് സങ്കടം ഉണ്ടായിരുന്നു മനസ്സിലാണ്. എങ്കിൽ പോലും ഞങ്ങൾ നന്ദിയായിട്ട് ഒരു ലെറ്ററൊക്കെ തിരിച്ച് നമ്മൾ ലെറ്റർ കൊടുത്തു. അതല്ലാതെ വേറെ ഇന്നേ വരെ ഒന്നും കിട്ടിയില്ല. പിന്നീട് ഞങ്ങൾക്ക് ഈ പാലാ സോഷ്യൽ വെൽഫെയർ സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് മെമ്പർ സഹിതം അവരുടെ ഇതിലുള്ള ആളാണ്. അപ്പോൾ അവർ സഹിതം ഞങ്ങളുടെ വീട്ടിൽ വന്നു സഹായിക്കാമെന്ന് പറഞ്ഞ് ഡോക്യുമെന്റ്സും എല്ലാം വാങ്ങി ഞങ്ങളെ കൊണ്ട് മോശം ഡ്രസ്സും ഒക്കെ ഇടിപ്പിച്ച് വീടിന്റെ പുറകുവശത്ത് കൊണ്ട് നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് ഇവർ ഈ ഡോക്യുമെന്റ്സും ഫോട്ടോയും ആയിട്ട് പോയതല്ലാതെ പിന്നീട് യാതൊരു വിവരവും ഇളയ ഇടിപ്പിച്ചു. അതറിഞ്ഞുകൂടാ, കാണിക്കാനായിരിക്കാം. ഡ്രസ്സും ഒക്കെ ഇടിപ്പിച്ച് ഇവര് ഞങ്ങളെ കൊണ്ടുപോയി. ഡോക്യുമെന്റ്സ് എല്ലാം ഇപ്പോഴും അവരുടെ കാണുമായിരിക്കണം. ഇവരിതും കൊണ്ട് പോയിട്ട് ഇന്നേ വരെ ഇല്ല. മോനുണ്ടായിട്ടൊരു 3 മാസം അത്രേ ആയിട്ടുള്ളൂ. ആ സമയത്ത് ഇങ്ങനെ മോനെ പിടിച്ചുകൊണ്ട് പോയാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. എല്ലാവരും കൂടെ നിർത്തി ഫോട്ടോ എടുപ്പിച്ചു. യാതൊരുവിധ സഹായവും നമുക്ക് ലഭിച്ചിട്ടില്ല. അതാണ് നമുക്കുണ്ടായത്. പാലയിലെ MLA എങ്ങാനും ഇതിൽ ഇടപെട്ടോ? അതെ, ഞാൻ ആരും ഒന്നും ചെയ്യുന്നില്ല. പഞ്ചായത്തിൽ ഞാൻ ആദ്യം ആ സമയത്ത് തന്നെ പഞ്ചായത്തിന് ചികിത്സാ സഹായത്തിന് 2021 കൊടുത്തു. അവരാരും ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ MLAക്ക് കൊടുത്തു. ആദ്യം ഒന്നും ചെയ്തൊന്നുമില്ലായിരുന്നു. പിന്നെ കുറെ ഇവരുടെ പുറകെ നമ്മൾ ഫോളോ അപ്പ് ആയിട്ട് ചെയ്ത് അതിന്റെ ഫലമായിട്ട് അദ്ദേഹം ഒരു കമ്മിറ്റി പോലെ വിളിച്ചു. ആദ്യം ഈ സാമൂഹ്യ പ്രവർത്തകരെ എല്ലാവരെയും കൂടെ വിളിച്ചപ്പോൾ തന്നെ
ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അതിൽ പങ്കെടുത്തിട്ടില്ല. വൈസ് പ്രസിഡന്റും കുറച്ച് മെമ്പർമാരും കുറേ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരൊക്കെയാണ് പങ്കെടുത്തത്. ആ പങ്കെടുത്ത ആ ഒരു മീറ്റിങ്ങിൽ ഇവർ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അതിൽ എൻ്റെ ഹസ്ബൻഡായിരുന്നു പോയിരുന്നത്. ഹസ്ബൻഡിനെ ഇവർ അവിടുന്ന് ഈ ഡോക്യുമെന്റ്സിന്റെ കോപ്പി എടുക്കണമെന്ന് പറഞ്ഞു ഇവർ നീക്കുന്നു, അവിടുന്ന് മാറ്റുന്നു. അവിടുന്ന് മാറ്റിയതിന് ശേഷം ഇവര് എന്തൊക്കെയോ അവരവിടെ എന്നെ വിളിച്ചു പറഞ്ഞു, ഇവിടെ വലിയ പ്രശ്നങ്ങളൊക്കെയാണ്. ചിലർ പറയുന്നു നിങ്ങളുടെ അക്കൗണ്ടിൽ 38 ലക്ഷം രൂപയുണ്ട്, ചിലർ പറയുന്നു ഇത് വ്യാജ അസുഖമാണ്. ഹസ്ബൻഡിൻ്റെ ഒരു സഹോദരൻ അച്ഛനുണ്ട്, സിസ്റ്ററുണ്ട്, ഒരു സഹോദരൻ ഭയങ്കര വെൽത്തിയാണ്, നിങ്ങൾ ഭയങ്കര വലിയ ഫാമിലിയാണ് എന്നൊക്കെ പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. അവർക്ക് അങ്ങനെ സംശയം തോന്നാൻ കാര്യം അല്ല, ശരിക്കും നമ്മുടെ അക്കൗണ്ടിൽ 38 ലക്ഷം രൂപയുണ്ടെന്ന് അവർക്ക് എങ്ങനെ മനസ്സിലായി? നമ്മൾ ഈ അപൂർവ രോഗ പട്ടികയിലേക്ക് ആക്കുന്ന ടൈമില് നമ്മൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു വാർത്ത വന്നിരുന്നു. ആ വാർത്താ ടൈമിൽ അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെയാണ് കൊടുത്തിരുന്നത്. അപ്പം നമ്മളുടെ നാട്ടിൽ എല്ലാ നാടുകളിലും ഉണ്ടല്ലോ റൂമേഴ്സ് പരത്തുന്ന ആളുകൾ. അപ്പം അതിൽ ഈ രാഷ്ട്രീയത്തിലുള്ള ആളുകളും ഉൾപ്പെടുന്നുണ്ടാവാം. അപ്പൊ അല്ലെങ്കിൽ ആരെങ്കിലും അവരോട് പറയുന്നതും ആയിരിക്കാം. ആ വാർത്തയ്ക്ക് ശേഷം എന്തെങ്കിലും പൈസ വന്നിരുന്നോ? പൈസ കിട്ടിയിട്ടുണ്ട്. പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടി ഒരു നമുക്ക് കാർ അത്യാവശ്യമാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് പോകാൻ ഈ അവസ്ഥയിൽ. അപ്പൊ അവര് കുറച്ച് പൈസ ഇട്ടിട്ട് 2,75,000 തോന്നുന്നു അങ്ങനെ എന്തോ ഇട്ടിട്ട് ഒരു പഴയ കാറ് നമുക്ക് എടുത്തു തന്നു. അതും പിന്നെ കുറച്ച് ഫാമിലിയിലെ കസിൻസും എല്ലാവരും കൂടെ കൂടി ചിരിച്ചിരിച്ചേ പൈസ തന്നു. അതങ്ങനെ എല്ലാം കൂടെ കൂടി 3 ലക്ഷം രൂപയോളമേ ഉള്ളായിരുന്നു. അതാണ് 38 ലക്ഷത്തിൽ ചെന്ന് അവസാനിച്ചത്. അവരുടെ കമ്മിറ്റി പറയാൻ പറ്റുമായിരുന്നോ? അല്ല, ഞങ്ങളെ കൊണ്ട് ഇവർ ഇത് ഈ ഇഷ്യൂ എല്ലാം ഇവരവിടെ ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങളെ കൊണ്ട് ഇവർ എടുപ്പിച്ചു. ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുപ്പിച്ചു. ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നമ്മൾ കൊണ്ടു കൊടുത്തപ്പോൾ എന്നിട്ട് അവർക്ക് വിശ്വാസമില്ല. അവരുടെ വിശ്വസിച്ചില്ല. പിന്നെ ഇവര് പറയുന്നത് ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഒരു രോഗാവസ്ഥയിലേ ഇപ്പൊ അവരൊരു പ്രതികാര മനോഭാവത്തോടെ മൂവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് പാലയിലെ ഈ കമ്മിറ്റിക്കാർ ഇങ്ങനെ പെരുമാറുന്നത്? നിങ്ങളുടെ ഒരു സംശയം എന്താ? എനിക്ക് അതിനെപ്പറ്റി വലിയ ഇതൊന്നുമില്ല. ഈ റൂമേഴ്സ് ഒക്കെ ഓരോരുത്തരൊക്കെ പറയുന്നത് കൊണ്ടാവാം, അവർക്കത് തെറ്റിദ്ധാരണ എന്തെങ്കിലും തോന്നിയത് കൊണ്ടും ആവാം. പിന്നെ വേറെ നേരിട്ട് കണ്ടോ നിങ്ങൾ? അദ്ദേഹത്തെ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട്. ആദ്യം ഒരു പ്രസ് മീറ്റ് വിളിച്ചിരുന്നല്ലോ. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടാണ് പ്രസ് മീറ്റ് വിളിക്കുന്നത്. നടന്നോ? ആ പ്രസ് മീറ്റ് വിളിച്ചു. ഇതിന് ശേഷമാണ് ഈ കമ്മിറ്റി എല്ലാം കൂടി പ്രശ്നങ്ങളെല്ലാം ഉണ്ടായപ്പോൾ നമ്മൾ സിഒഇ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് കുട്ടികളുടേത്. ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് പോലും ഇവർക്കത് പോരാ. അവരുടനെ തന്നെ വേറെ ഒരു മെഡിക്കൽ കമ്മിറ്റി ഉണ്ടാക്കുന്നു. ഈ മെഡിക്കൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. അത് വലിയ വലിയ ഡോക്ടേഴ്സിന്റെ ഇതല്ലേ മെഡിക്കൽ കമ്മിറ്റി. അപ്പോൾ ഈ കമ്മിറ്റിയിൽ ഇവര് ഈ MLA അനിയനായിട്ടുള്ളൊരു ദന്ത ഡോക്ടർ, പിന്നെ വേറെ കുറച്ച് ഏതാണ്ടൊക്കെയോ ഡോക്ടർ, ഒരു ഡോക്ടർ മാത്രം നമ്മൾ അവിടെ പ്രൈവറ്റിൽ കാണിക്കുന്ന ഒരു പീഡിയാട്രിഷ്യൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ബാക്കിയെല്ലാം വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് ഇവർ നിർമ്മിക്കുന്നത്. നമ്മുടെ കുട്ടിയുടെ പേരും പറഞ്ഞ് അവർ സൃഷ്ടിച്ചെടുത്തു അവിടെ. എന്നിട്ട് ഇവർ ഇതിൽ കാണിക്കുന്നത് അവർക്ക് നിങ്ങളോട് അങ്ങനെ ഒരു പ്രതികാരത്തിന്റെ ആവശ്യം എനിക്കതാ മനസ്സിലാകാത്തത്. കാരണം നിങ്ങളുടെ ഇപ്പം ഒന്നും സഹായിക്കാൻ പറ്റില്ലെങ്കിൽ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഞങ്ങളുടെ ഹസ്ബൻഡിന്റെ ഫാദർ ചെറുപ്പത്തിലെ മരിച്ചു പോയതാണ്. ഒരു 8th ക്ലാസ്സിലോ അങ്ങനെ എന്തോ പഠിക്കുമ്പോൾ മരിച്ചു പോകുന്നതാണ്. അതിനുശേഷം ഹസ്ബൻഡിന്റെ ഒരു സഹോദരനാണ് ആ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോയിരുന്നത്. അപ്പം 10-15 ഏക്കർ സ്ഥലമുള്ള ഒരു വീട്ടിലെയാണ്. അപ്പം ആ വീട്ടിൽ അദ്ദേഹത്തിന് ഈ സ്വത്തിനോടെല്ലാം ഭയങ്കര ഒരു ആർത്തിയാണ്, ഈ പറയുന്ന ഈ ഇദ്ദേഹത്തിന്. അപ്പം ഇദ്ദേഹം നോക്കുമ്പം ഈ എൻ്റെ ഭർത്താവ് അച്ഛനാവാനായിട്ട് വിട്ടിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അവിടെ താല്പര്യമില്ല. ഇവര് ഏതാണ്ട് കുറച്ച് പേര് പോയിട്ട് അതിൽ 3 പേരും കണ്ടേ അച്ഛനായുള്ളൂ. ഇദ്ദേഹം തിരിച്ചു പോരുവായത്. തിരിച്ചു വന്നപ്പോ ഇദ്ദേഹത്തിന് അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി കാണുമായിരിക്കും വീണ്ടും സ്വത്തെല്ലാം കൂടെ കൊടുക്കണമല്ലോ എന്നുള്ളത് വന്ന് പിന്നീട് കല്യാണവും കാര്യങ്ങളും എല്ലാം നടക്കുന്നു. പിന്നെ കുട്ടി ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തിന് തോന്നി ആ കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ എന്നാളെ സ്വത്ത് പോകുകയല്ലേ. അദ്ദേഹത്തിന് 2 ഏക്കറും അതെന്തോ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന എഴുതി വെച്ചിരുന്നതാണ് ഹസ്ബൻഡിന് കിട്ടിയത്. അല്ലാതെ ഫാദറിന്റെ പേരിൽ ഉണ്ടായിരുന്ന വീതങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അന്ന് കല്യാണത്തിന്റെ സമയത്ത് ഇവര് വീട് വെച്ച് കൊടുക്കും, അതുപോലെ പിന്നെ 1.5 ഏക്കറും കൂടെ വരും എന്നൊക്കെ ആയിരുന്നു അവരന്ന് പറഞ്ഞതാണ് കല്യാണം നടത്തിയത്. പക്ഷെ അതൊന്നും ഇവര് പാക്കൊന്നും. താങ്കളുടെ വീട്ടിലെ അവസ്ഥ എങ്ങനെയാ? ഞാൻ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. 2 ആങ്ങളമാര്. എന്തെങ്കിലും സ്വത്തെങ്കിലും വാങ്ങിച്ചെടുക്കാൻ ഉണ്ടായിരുന്നോ? ഇല്ല, സാധാരണ വീടല്ലേ. സാധാരണ വീട്ടില് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. അല്ല, അവരുടേതായ ജോലി ചെയ്ത്. എന്റെ ഫാദർ മരിച്ചുപോയി. എന്റെ കല്യാണം കഴിഞ്ഞ് മോൾക്ക് 1 വയസ്സായി കഴിഞ്ഞപ്പോൾ മരിച്ചു പോകുന്നു എന്റെ ഫാദർ. പിന്നെ അമ്മയ്ക്ക് പ്രായമായി വയ്യ. 2 ആങ്ങളമാർ എന്റെ ഇളയ കുട്ടികളാണ്. അപ്പം അവർക്ക് എനിക്ക് 27 വയസ്സ്. അപ്പൊ അതിന് താഴോട്ടുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് അതിലുള്ള ആ ഒരു ഇതേ ഉള്ളൂ. അപ്പം അതനുസരിച്ചായിരുന്നു. അപ്പം നമുക്ക് തരാനായിട്ടൊന്നും അവിടെ ഇല്ലല്ലോ. അവസ്ഥ എന്തോ? ചികിത്സക്കുള്ള പൈസ വഴിമുട്ടിയിരിക്കുകയാണോ? അതെ, ചികിത്സയുടെ കാരണം ഈ മരുന്ന് തരുന്നത് കൊണ്ട് മാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളെ പ്രശ്നത്തിലാക്കുന്നത് മോനെ ഡയപ്പറിന്റെ കാര്യമാണ്. ഇത് ഒരു മാസം തന്നെ 4-5 പാക്കറ്റ് ഇവന് യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഇതിന് അറിയത്തില്ലല്ലോ. അപ്പൊ ഇതെല്ലാം തല്ലി പൊട്ടിച്ച് ഒന്ന് ഇടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം വലിച്ചു പറിച്ച് കളയും. പിന്നെയും നമ്മൾ ഇത് ഇടിപ്പിക്കും, പിന്നെയും ഇതെല്ലാം വലിച്ചു കളയും. സ്റ്റൂളൊക്കെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ 1 മിനിറ്റ് നമ്മുടെ ശ്രദ്ധ പോയാൽ
വാരി ദേഹത്തൂടെ എല്ലാം തേച്ച് ആ പരിസരം മുഴുവനാക്കി അതിനകത്ത് കിടന്ന് ഉരുണ്ട് ഒന്നും അറിയില്ലല്ലോ കുഞ്ഞിന്. അപ്പൊ അങ്ങനെയുള്ള നമ്മളെ കൊണ്ട് പറ്റില്ല, നിവർത്തിയില്ല. ഇത്രയും ഈ ഒരു പാക്കറ്റ് തന്നെ 1000 രൂപയിൽ മേളിലാണ്. എല്ലാം ഇടിപ്പിക്കത്തില്ല. അവന് മാമി പോക്കോ എന്ന് പറഞ്ഞ പാക്കറ്റ് മാത്രമേ യൂസും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതൊരു കോസ്റ്റ്ലി പരിപാടിയല്ലേ? അതും അതെ. ഓക്കെ, മനസ്സിലായി. അതല്ലാത്ത ബുദ്ധിമുട്ടില്ല. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നു, ഇപ്പൊ ആൾക്കാരെല്ലാം നമ്മൾ ഈ ദയാവധം എന്ന് പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ചോദിക്കും, അതിന് ജനശ്രദ്ധയെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണോ നിങ്ങളിത് പരസ്യമായിട്ട് ഉന്നയിച്ചത്? സ്വാഭാവികമായിട്ട് ഇത് കണ്ടിരിക്കുന്ന ആൾക്കാർ ചോദ്യം വരാം. അതിനോട് അവരോട് എന്ത് പറയും അങ്ങനെ ചോദിച്ചാൽ? ജനശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യണം. കാരണം ഞങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ അവർക്ക് മനസ്സിലാകുകയും ചെയ്യും. നാളെ ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യർക്കും ഒരു കുടുംബത്തിനും ഞങ്ങളുടെ ഈ അവസ്ഥ ഉണ്ടാവരുത്. പഞ്ചായത്ത് സഹായിക്കുന്നില്ല, ഒരു ജോലി തരത്തില്ല, നമ്മളെ എല്ലാ വിധത്തിലും ഒറ്റപ്പെടുത്തുക. ഞങ്ങളുടെ വീടിന്റെ ചുറ്റുവട്ടത്ത് ഒരു 8 കുടുംബമുണ്ട്. ഈ 8 കുടുംബങ്ങൾ ഇന്നൊരു അപഖ്യാതിയാണ്, നാളെ വേറൊരു അപഖ്യാതിയാണ്. ആദ്യം ഹസ്ബൻഡിന് മെന്റലി പ്രോബ്ലം ആണെന്ന് പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്കായി. അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഓരോ റൂമേഴ്സ് ആണ്. ഇവർക്ക് ഇങ്ങനെ പണിയും ജോലിയും ഒന്നും ഇല്ലാതെ ചുമ്മാ ഇരിക്കുന്ന കുറെ ആളുകളുണ്ട്. അവരിങ്ങനെ എവിടെയെങ്കിലും ഹോട്ടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കടയിലോ പോയി ഇരിക്കുന്നു, ഞങ്ങളെപ്പോലുള്ളവരെ പറ്റി ഇങ്ങനെ റൂമേഴ്സ് ഉണ്ടാക്കുന്നു. അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതല്ല. കാരണം നമുക്കൊരു സഹായമായിട്ട് വരുന്നവരെ എല്ലാം ഇവർ ഓടിച്ചു വിടുമായിരുന്നു. നമ്മുടെ UK ഫൗണ്ടേഷൻ എന്നും പറഞ്ഞ് സാജൻസ്കറിയ എന്ന് പറഞ്ഞ സാറിന്റെ അവര് നമ്മളെ സഹായിക്കാനായിട്ട് വന്നതാണ്. അത് പഞ്ചായത്തിലും നമ്മൾ പേപ്പറുകളെല്ലാം അവർ വാങ്ങിയതിനു ശേഷം ഇല്ല, ഇത് ഈ റൂമേഴ്സ് കാരണം പഞ്ചായത്തിൽ വിളിച്ചപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞെന്നാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഭയങ്കര സാമ്പത്തികമുള്ളവരെ അവരെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്ന്. അച്ഛനെയും വിളിച്ചെന്ന് പറഞ്ഞു. അതെന്താ പറഞ്ഞെന്നുള്ളത് ഞങ്ങളോട് ഇവര് പറയത്തില്ല. നമുക്കിനി എന്തായാലും നോക്കാം. നമുക്കിനി നമ്മുടെ മത്സരത്തിലേക്ക് വരാം. അപ്പൊ 2 രീതിയിലാണ് മത്സരിക്കുന്നത്. 10 ചോദ്യം വഴി 1 കോടി, 20 ചോദ്യങ്ങൾ വഴി 1 കോടി. താങ്കൾക്ക് ഒരുപാട് പൈസ ഇപ്പം ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ മത്സരം വളരെ പ്രധാനപ്പെട്ടതാണ് താങ്കൾക്ക്. മത്സരമല്ല, മത്സരത്തിൽ വിജയിക്കുക. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാ 10 ചോദ്യം വഴി പോണോ 20 ചോദ്യം വഴി? 20 ചോദ്യം വഴി. അപ്പൊ നമുക്ക് കുട്ടേട്ടനെ പരിചയപ്പെട്ടോ. ഇതാണ് നമ്മുടെ കുട്ടേട്ടൻ. കുട്ടികളോടൊക്കെ വലിയ താല്പര്യമുള്ള ആളാ. നമസ്കാരം സ്മിത ആന്റണി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. വിശേഷം കുട്ടികളോട് എന്റെ അന്വേഷണം അറിയിക്കുക. തീർച്ചയായിട്ടും. സ്മിത ആന്റണി നന്നായി മത്സരിക്കൂ. എല്ലാ സഹായത്തിനും കുട്ടേട്ടനും കൂടെയുണ്ടാകും. താങ്ക് യു. സ്മിത ആന്റണിയെ കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. അപ്പൊ നമുക്ക് മത്സരത്തിലോട്ട് കയറിയാലോ? അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കണ 10,000 രൂപയുടെ ചോദ്യമാണ്. 10,000 rupees. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോണിറ്റർ. താങ്കൾക്ക് ഞാൻ ഒരു ഓഡിയോ കേൾപ്പിച്ചു തരാം. അത് കഴിഞ്ഞ് ചോദ്യമാകാം. പ്ലേ. ഇനിയാണ് ചോദ്യം. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ എവിടെങ്കിലും? അപ്പൊ ഞാൻ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ഇനി പറയുന്നവരിൽ ഏത് ചിത്രത്തിലാണ് ഇന്നസെന്റ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ മിനാരം, ഓപ്ഷൻ ബി ചന്ദ്രലേഖ, ഓപ്ഷൻ സി നമ്പർ 20 മദ്രാസ് മെയിൽ, ഓപ്ഷൻ ഡി വന്ദനം. സി ആണെന്ന് തോന്നുന്നു. സി ഉറപ്പിച്ചോ? ഓപ്ഷൻ സി ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ഞാൻ ലോക്ക് ചെയ്തു. തുറക്കുന്നു. സ്മിത ആന്റണി ഫ്രം പാല, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 10,000 രൂപ ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. ടെൻഷൻ ഒന്നും വേണ്ട, റിലാക്സ് കേട്ടോ മോളെ. അമ്മയ്ക്ക് ടെൻഷൻ വന്നാൽ കുറയ്ക്കാൻ എന്തോ എളുപ്പ വഴി. പാട്ട് പാടിയാൽ മതിയോ? ആര് പാടും? മോള് പാടുവോ? അല്ല, എനിക്ക് പാടാൻ അറിയത്തില്ല. അമ്മ അല്ല പാടുന്നതാ. അമ്മ പാടുവോ? അയ്യോ, അമ്മ പാടുകയൊക്കെ ചെയ്യോ? പാട്ട് പാടിയിട്ട് നമുക്ക് 20,000 ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ ചിലപ്പോ ഉത്തരവും കറക്റ്റ് ആയാലോ? ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ, ഉണ്ണി വാവാവോ വാവേ വാവാവോ. താങ്ക് യു. കുട്ടികൾക്ക് പാടി കൊടുക്കാറുണ്ടോ ഇത്? ഉണ്ട്. എന്റെ ഇളയ മോന് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഒരുപാട് കുഞ്ഞുങ്ങളെ ഈ പാട്ട് കേട്ടാ ഉറങ്ങുന്നത് കേരളത്തിൽ. വിദേശ നാടുകളിലും ഈ പാട്ട് കേട്ടാണോ ഇനി കുട്ടികൾ ഉറങ്ങുന്നത് അറിയില്ല നമുക്ക്. എന്തായാലും ഇതൊരു അങ്ങനെയുള്ളൊരു പാട്ടല്ലേ, താലോചിച്ച് പാടുന്ന പാട്ടല്ലേ. ഓക്കെ, അപ്പൊ 20,000 രൂപയുടെ ചോദ്യം. ക്വസ്റ്റ്യൻ പ്ലീസ്. സാധാരണയായി ഇനി പറയുന്നതിൽ ഏത് അസുഖത്തിന്റെ ചികിത്സയ്ക്കായാണ് നവജാത ശിശുക്കൾക്ക് അൾട്രാ വയലറ്റ് രശ്മികൾ ഉപയോഗിച്ചുള്ള ഫോട്ടോതെറാപ്പി ചെയ്യുന്നത്? ഓപ്ഷൻ എ പ്രമേഹം, ഓപ്ഷൻ ബി ക്ഷയം, ഓപ്ഷൻ സി ഹെപ്പറ്റൈറ്റിസ്, ഓപ്ഷൻ ഡി മഞ്ഞപ്പിത്തം. ഓപ്ഷൻ ഡി മഞ്ഞപ്പിത്തം. ഉറപ്പാണോ? നഴ്സിംഗ് ജോലി കൊണ്ട് ഗുണമുണ്ടായോ? ഓക്കെ, ഓപ്ഷൻ ഡി പൂട്ടടയാൻ. മഞ്ഞപ്പിത്തം പൂട്ടിയിരിക്കുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം സ്മിത ആന്റണി ഫ്രം പാല ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ. 20,000 രൂപ കിട്ടി. 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. തേർഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ പ്ലീസ്. ഏത് പക്ഷിവർഗത്തിൽപ്പെട്ട ജീവിയാണ് നെടിലാൻ എന്നും വിളിക്കപ്പെടുന്ന കാലൻ കോഴി? ഓപ്ഷൻ എ കൊക്ക്, ഓപ്ഷൻ ബി പ്രാവ്,
ഓപ്ഷൻ സി മൂങ്ങ, ഓപ്ഷൻ ഡി കോഴി. മൂങ്ങ. മൂങ്ങ. ആ, മൂങ്ങ പൂട്ടാമോ? പിന്നെ തീർച്ചയായിട്ടും ഓപ്ഷൻ സി. ഓക്കെ, മൂങ്ങ തന്നെ ആയിരിക്കും അല്ലേ? ആയിരിക്കും. ഓക്കെ, അപ്പോ സ്മിത ആന്റണി ഓപ്ഷൻ സി മൂങ്ങ, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാകും. ഇപ്പൊ 30,000 രൂപയായി. നമ്മുടെ ഈ രണ്ട് കുട്ടികളുടെ ഒരു റുട്ടീൻ ഒക്കെ എങ്ങനെയാ ഇപ്പം? യഥാർത്ഥ താങ്കളിപ്പോ അതിരാവിലെ ഉണരണം. ഇപ്പൊ ഒരു ദിവസത്തെ ജീവിതം എങ്ങനെ പോകുന്നു? ഒരു ദിവസത്തെ ജീവിതം ഏറ്റവും ഹസ്ബൻഡിന്റെ കൂടെയാണ് മോൻ കിടക്കുന്നത്. ആ, അപ്പം ഈ ഓട്ടിസം ഉള്ള മോൻ. ഓട്ടിസം ഉള്ള മോൻ, കാരണം കുഞ്ഞു എന്റെ കൂടെയും കിടക്കുന്നത്. ഒരുമിച്ച് കിടക്കാൻ പറ്റില്ല. മോൻ ഈ ഉരുളിച്ചയും ബഹളവും എപ്പോഴാ ഉറങ്ങുന്നതിന് 2 കട്ടിൽ കിടക്കണം. 2 മുറികളിലായിട്ടാണ്. ഓ, അങ്ങനെയാ കിടക്കുന്നല്ലേ? അല്ലെ, ഈ ഓട്ടിസം ഉള്ള മോന് അവന് ശാന്തത വേണം. ഒരു ചെറിയ പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരിക്കണം. അനക്കം ഒന്നും കേൾക്കാൻ പറ്റില്ല. അനക്കം എന്തെങ്കിലും കേട്ടാൽ ആൾ ഉറങ്ങത്തില്ല. പിന്നെ ആള് ഉറങ്ങാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ആള് ഭയങ്കര വയലന്റ് ആണ്. ഒരു രക്ഷയില്ലാതെ വന്ന് നമ്മള് ഉറക്കം കിട്ടുമോ അയാൾക്ക്? ഉറക്കമില്ല, നമ്മള് മരുന്ന് കൊടുത്തിട്ടാണ് ഉറക്കുന്നത്. ആണല്ലേ? ഓക്കെ. സ്ഥിരം സിറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാ മയങ്ങുന്നല്ലേ? അങ്ങനെയാണ് ഉറങ്ങുന്നത്. ഈ പകലും രാത്രിയും ഇതേ അവസ്ഥയാണോ? പകൽ ഉറക്കമില്ല, രാത്രിയിലും ഉറങ്ങാൻ പാടാണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഉറക്കം കിട്ടത്തില്ലല്ലോ രണ്ടുപേരും? ഇല്ല, മിക്കവാറും ഇല്ല. എങ്ങനെയാ നിങ്ങൾ രാവിലെ ഒരുപാട് പുലർച്ചെ എഴുന്നേക്കാൻ നിങ്ങൾ കിടക്കുന്നില്ല? പിന്നെ എങ്ങനെയാണ് നമ്മൾ എഴുന്നേക്കുന്നത്? അങ്ങനെയാണ് മിക്കവാറും, അങ്ങനെയൊക്കെ തന്നെയാണ്. ഇളയ മോൻ നല്ലപോലെ ഉറങ്ങണമെങ്കിൽ ഈ മോൻ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവനും ഓർക്കാൻ പറ്റത്തില്ല. പിന്നെ രണ്ടുപേരോട് എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലും ബഹളവും. നമ്മൾ റോഡ് സൈഡിൽ തന്നെ ആകുമ്പോഴത്തേക്ക് ഈ വണ്ടിയുടെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുന്നതിന്റെ ഇതിന്റെ ബഹളമൊക്കെ കാണുമ്പോഴത്തേക്കും മോന് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. പിന്നെ അവന് ഉറങ്ങത്തില്ല, ഒട്ടും ഉറങ്ങത്തില്ല മൂത്ത മോനെ. ഇവർക്ക് കളിക്കാനൊക്കെ കിട്ടും? ഈ കുട്ടികളെ കളിക്കാൻ കിട്ടത്തില്ല, അപ്പൊ എന്ത് ചെയ്യും? എന്റെ കൂടെ എപ്പോഴും കളിക്കാറുള്ള രണ്ടുപേരും കളിക്കുവോ? മോക്ക് അവരെ ഡീൽ ചെയ്യാൻ പറ്റുമോ? കുഴപ്പമില്ല. അല്ല, ഒരാൾ വയലന്റ് ആന്നൊക്കെ പറഞ്ഞു. അടിയിടിയെ കൊണ്ടെന്ന് പറഞ്ഞു. മോൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഇടി ഇട്ടു ഇടയ്ക്ക്. ആണോ? വലിയ മാരക ഇടി കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അടി മൂക്കിനിട്ട് കറക്റ്റ്. എന്നിട്ട് ചെറുതായിട്ട് ചോരയൊക്കെ വന്നായിരുന്നു. ആണോ? അതെന്നായിരുന്നു? പണ്ടാണ്. അവനൊരു 2-2.5 വയസ്സൊക്കെ കാണും. അന്നായിരുന്നു അല്ലേ? പിന്നെ മോള് കളിക്കാൻ പോയില്ലേ കുറെ കാലത്തേക്ക്? കളിക്കുന്നുണ്ട് എപ്പോഴും. മൂക്കയിൽ ഇങ്ങനെ പിടിച്ചോണ്ടാണോ പോയി കളിക്കുന്നത്? അല്ല, എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ലെന്ന് ഓർത്ത് അവന്റെ അടുത്ത് പോയി കളിക്കും. ആണോ? ഓക്കെ. ഇവർക്ക് ഒട്ടും ഉറക്കം കിട്ടുന്നില്ലല്ലേ? ഇല്ല, എങ്കിലും ചെറുതായിട്ടൊന്ന് ഉറങ്ങിയാണെങ്കിലും ഒരു 4-5 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും. എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ കരച്ചിൽ തുടങ്ങും. പുള്ളിക്ക് പാലാണ് ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത്. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഈ ഗ്യാസ്ട്രൈറ്റിസ് കംപ്ലൈന്റ് കൊണ്ട് സ്റ്റിറോയിഡ് കമ്പൽസറി ഇങ്ങനെ കൊടുക്കുന്നത് കാരണം, കണ്ടിന്യൂസ് സ്റ്റിറോയിഡ് തെറാപ്പി അല്ലേ, അന്നേരത്തേക്ക് അത് കാരണം നമ്മൾ ആദ്യം തന്നെ ഈ ഗ്യാസ്ട്രൈറ്റിസിനുള്ള മെഡിസിൻ ആണ് കൊടുക്കുന്നത്. മെഡിസിൻ കൊടുത്ത് ഒരു 1/2 മണിക്കൂറിന് ശേഷം മാത്രമേ ഇവന് പാല് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം തന്നെ നമ്മളെല്ലാം റെഡിയാക്കി ഓടി പെട്ടെന്ന് പാലും എല്ലാം തിളപ്പിച്ച് പാല് ആദ്യം തന്നെ കൊടുത്ത് കൊടുക്കാൻ വെക്കുമ്പോൾ തന്നെ നമുക്കുള്ള കാപ്പിയും അതിൻ്റെ കൂടെ മോന് ഏത്തപ്പഴം പുഴുങ്ങി കൊടുക്കണം. അപ്പം അവനുള്ള ഏത്തപ്പഴം പുഴുങ്ങുന്നു. ഇതെല്ലാം കറക്റ്റ് ടൈമിങ്ങിൽ എല്ലാം വെച്ചിരിക്കും. ചിലപ്പോൾ ഹസ്ബൻഡ് ആദ്യം എണീക്കുന്നെങ്കിൽ പുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്തോളും. എനിക്ക് അങ്ങനെ യാതൊരുവിധ ബുദ്ധിമുട്ടും വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും ചെയ്യും. വീട്ടില് കറി ഉണ്ടാക്കണോ അതുണ്ടാക്കും, ചോറുണ്ടാക്കണോ ഉണ്ടാക്കും. നമുക്ക് നല്ല സപ്പോർട്ടിങ് ആണ്, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ രണ്ടുപേരുടെയും ഈ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ പോകുന്നത്. ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും സാധാരണ ഇങ്ങനത്തെ അവസ്ഥ വന്നു കഴിയുമ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഈ മോള് സ്കൂളിൽ പോകും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ടല്ലോ വീട്ടിൽ തന്നെ. അപ്പം പിന്നെന്തിനാ ദയാവാസത്തെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത് എപ്പോഴും? അല്ല, സന്തോഷിക്കാൻ വക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമുക്ക് കുഞ്ഞുങ്ങളുടെ ട്രീറ്റ്മെന്റ് നടത്തണം, ഇവരെ വളർത്തിക്കൊണ്ട് വരണം. മോളൊരു പെൺകുട്ടിയാണ്. ഈ മോൾ ഒരാൾ പഠിച്ചാൽ മാത്രമേ നമ്മുടെ കുടുംബം രക്ഷപ്പെടത്തുള്ളൂ. ഇളയ മോന് ഈ CH എന്ന അസുഖം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ മോനെയും നമുക്ക് പഠിപ്പിക്കണം. ഈ മോള് പഠിച്ച് രക്ഷപ്പെട്ട് കുടുംബം രക്ഷപ്പെടുവാണ്. അപ്പൊ ആ മോക്ക് തന്നെ ചിലപ്പം ഇളയ മോനെ ഇവർ തമ്മിൽ ഇത്രയും ഡിഫറൻസ് ഉള്ളത് കൊണ്ട് പഠിപ്പിക്കാനുള്ള സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകാം. അപ്പൊ മോള് പഠിക്കുക എന്നുള്ളതാണ്. മോളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നടത്തണം. പിന്നെ ഇവർക്ക് ഈ അസുഖം ആയതുകൊണ്ട് മോൾക്ക് ഭയങ്കര സങ്കടമാണ്. ഭയങ്കര സങ്കടത്തിലാണ് മോള്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ചില ദിവസങ്ങളിലൊക്കെ ഹോസ്പിറ്റലിലൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുപോകേണ്ടി വരുമ്പോഴത്തേക്കും ക്ലാസ് നമുക്ക് വേറെ മാർഗ്ഗമില്ല. ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ, ഒരിടത്ത് ഏൽപ്പിക്കാൻ ആരുമില്ല. സപ്പോർട്ട് ചെയ്യുമോ? ഇല്ല, ഭയങ്കര ഉപദ്രവമാണ്. അപഖ്യാദികള് എന്തെങ്കിലും വിധത്തിലൊക്കെ ഉപദ്രവിക്കുക. ഏതൊക്കെ അല്ല, തൊട്ടടുത്തല്ല. അയ്യോ, അദ്ദേഹം തൊട്ടടുത്തൊന്നുമില്ല. നമ്മളെ ഒഴിവാക്കി പറഞ്ഞതാ. അതല്ലേ നിങ്ങൾ ഈ പറയുന്ന കൂട്ടത്തിൽ നിങ്ങളില്ല? അയൽക്കാരെന്താ അങ്ങനെ? നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെ? കാരണം ഇവർക്കിപ്പം അറിയുന്ന പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്ന പ്രശ്നം. കാര്യം അയൽവാസികളൊക്കെ സാധാരണ ഒരിടത്ത്
ഇങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ, ഒന്നും സഹായിക്കാൻ പറ്റിയില്ലേ പോലും. അതെന്താ ഇവർക്ക് സംഭവിക്കുന്നത്? വെളിയിൽ നിന്ന് ഒരു സഹായം കാര്യങ്ങളൊന്നും കിട്ടാൻ പാടില്ല. ആ ഇവരെ ഒരു അല്ല, ഒറ്റപ്പെട്ട അങ്ങനെ അവര് രീതി- ചിന്തിക്കാൻ കാര്യം എന്താ? വ്യക്തിപരമായ കാരണങ്ങള്. ആ കാരണം അവിടെ ഒരു പന്നിക്കൂടുണ്ടായിരുന്നു, ആ അത് ഇങ്ങനെ ഈ ഇവർക്ക് മണം കാരണം സ്റ്റേ കൊടുത്ത് ആ അത് നിർത്തി. ആ അപ്പം അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവരുടെ ഒരു വൈരാഗ്യം. ഓ അത് ശരി. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം അവർക്കുണ്ടായി. അല്ല, ഈ സഭയും പ്രോപ്പറായിട്ട് സഹായിക്കുന്നില്ല. അത് അവരെല്ലാരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, ഓ സംഘമായിട്ട് നിൽക്കാല്ലേ? ശങ്കായിട്ട് നിൽക്കുക. കഷ്ടപ്പെടുന്നവരോട് കാരുണ്യം കാണിക്കണമെന്നല്ലേ കർത്താവ് പറഞ്ഞിട്ടുള്ളത്? അതെ അതെ. അന്യരോട് കരുണ കാണിക്കുന്നവർക്ക് ദൈവസഹായം ലഭിക്കാൻ അവകാശമുള്ളൂ എന്നൊക്കെയല്ലേ ബൈബിളിലൊക്കെ അതെ പറയുന്നത്. അതെ. എന്താ ചെയ്യുക? ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കിനി 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ പ്ലീസ്. മരുസാഗർ എക്സ്പ്രസ് എന്ന ട്രെയിൻ ഏത് സംസ്ഥാനത്തെയും കേരളത്തെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി ഒഡീഷ, ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. പിടിവള്ളി വേണം. ആരുടെ പിടിവള്ളി? കുട്ടേട്ടൻ. കുട്ടേട്ടാ. യെസ് ബോസ്. സ്മിത ആന്റണി, ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 2 ഓപ്ഷൻ പറയും, അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. എ രാജസ്ഥാൻ, ബി ഹിമാചൽ പ്രദേശ്. അപ്പം മരുസാഗർ എക്സ്പ്രസ് ആണ്. അത് രാജസ്ഥാനിലോട്ടാണോ ഹിമാചൽ പ്രദേശിലോട്ടാണോ? ഓപ്ഷൻ എ രാജസ്ഥാൻ. രാജസ്ഥാൻ. കൂട്ടട്ടെ ഞാൻ? കൂട്ടി. ഞാൻ എന്താ വരട്ടെ, ഇനി ജീവിതത്തിൽ ഇത്രയൊക്കെ പ്രയാസങ്ങൾ നേരിടുന്ന ഒരാളല്ലേ. ഓപ്ഷൻ എ രാജസ്ഥാൻ. അപ്പൊ തുറന്നു. രാജസ്ഥാൻ ഉത്തരം ശരി. ഓക്കെ, അപ്പൊ നമുക്ക് 40,000 രൂപയായി. ഓക്കെ, നമുക്കിനി 1,00,000 രൂപയുടെ ചോദ്യമാണ്. 50,000. ഒരുപാട് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് നോക്കാം. ഒന്ന് പിടിച്ചോളൂ. നമ്മുടെ കുട്ടേട്ടൻ നമ്മളെ മുകളിലേക്ക് ഉയർത്തുകയാണ്. ഓക്കെ കുട്ടേട്ടാ. ലെവൽ 2. അതുപോലെ എനിക്ക് നിങ്ങൾ ഫുട്ബോൾ പ്ലെയർ ഒക്കെ ആയിരുന്നു ആദ്യം. ഫുട്ബോൾ അല്ല, വോളിബോൾ പ്ലെയർ ആയിരുന്നു അല്ലേ? കുറെ കാലം വോളിബോൾ പ്ലേ ചെയ്തോ? പ്രീ ഡിഗ്രി പഠിക്കുന്നിടം വരെ ആ കളിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മള് കളിയൊക്കെ നിർത്തി. പിന്നെ ഞങ്ങൾ ഡിഗ്രി വേറെ ഒരു പ്രൈവറ്റ് വലിയ പഠിത്തത്തിലൊന്നും വലിയ ആ സമയത്തൊന്നും ഒരു പ്രാധാന്യം ഉള്ളതായിട്ട് അന്ന് തോന്നിയില്ലായിരുന്നു. അപ്പൊ അത് കാരണം പിന്നെ എനിക്ക് എക്കണോമിക്സിനോടൊന്നും അധികം താല്പര്യമില്ല. മാത്സ് സബ്ജക്റ്റുമായിട്ട് ചെറിയ ടഫാണ്. ചെറുതല്ല, വലിയ ടഫ് തന്നെയാണ്. അപ്പം വിഷയത്തിലായിരുന്നു താല്പര്യം? ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷിന് എപ്പോഴും ഫുൾ മാർക്കാണ്. ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് അതായിരുന്നു. അത് എനിക്കും അതെ മോക്കും അതെ തീർച്ചയായിട്ടും എനിക്കും അതെ മോക്കും അതെ എപ്പോഴും. അത് ഞാൻ എപ്പോഴും പറയും, മോക്കും ഇച്ചിരി ടഫ് മാത്സിനോടാണ്. അവർക്ക് ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഞാൻ പറയും ഇതുപോലെ എന്റെ ആ ഒരു ഇത് തന്നെയാന്ന് പറയും. വോളിബോൾ നന്നായിട്ട് കളിച്ചിരുന്നെങ്കിൽ സ്പോർട്സ് കോട്ടയിലേക്ക് കയറി സർക്കാർ ജോലി സ്ഥിരമായനെ. അതൊക്കെ ഭാഗ്യമല്ലേ, എല്ലാവർക്കും ആ ഒരു അവസരങ്ങളൊന്നും കിട്ടത്തില്ല. ഒരുപാട് ദൗർഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലേ. അപ്പൊ 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് 50,000. മോണിറ്റർ, താങ്കളെ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അങ്ങോട്ട് നോക്കിക്കോളൂ. പ്ലേ. ഇനി പറയുന്നതിൽ എന്താണ് രാമൻകുട്ടി എന്ന കഥാപാത്രം തന്റെ തോളിൽ തൂക്കിയിട്ടിരിക്കുന്ന പെട്ടിയിൽ കൊണ്ടു നടക്കുന്നത്? ഓപ്ഷൻ എ വയലിൻ, ഓപ്ഷൻ ബി ചിരവ, ഓപ്ഷൻ സി ഉരുളി, ഓപ്ഷൻ ഡി ചപ്പാത്തി പലക. ഓപ്ഷൻ ബി ചിരവ. അത് കണ്ടിട്ടുണ്ട്. മൊത്തമായിട്ട് കാണാൻ ഒരിക്കലും പറ്റിയിട്ടില്ലേ, പകുതിയായിട്ട് കണ്ടിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും ചിരവ പൂട്ടാമോ? തീർച്ചയായിട്ടും പൂട്ടാം. ചിരവയുടെ മേളിക്കിരുന്ന് ലോകം കാണുന്ന ആളുകൾ ചിലപ്പോൾ ചിരവയെ പ്രിഫർ ചെയ്യും, പക്ഷെ അത് തന്നെ ആയിരിക്കും. അതെ തീർച്ചയായും. ഓക്കെ, ഓപ്ഷൻ ബി ചിരവ പൂട്ടി. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം ഈ വയലിനകത്ത് ചിരവ കയറ്റി അടക്കുക ചിരവയാണ്. ഇനി അപ്പൊ നമുക്ക് 1,00,000 രൂപ കിട്ടി. കൺഗ്രാജുലേഷൻസ്, 50,000. മോളെ 50,000 രൂപ കിട്ടി. ഇഷ്ടപ്പെട്ടോ? 50,000 രൂപ കിട്ടി. എന്താ ചെയ്യുക? അനിയന്മാരുടെ ചികിത്സക്കായിട്ട് ഉപയോഗിക്കും. അതേ ഉള്ളൂ, അവൾ മിടിക്കുക. ഓക്കെ, നമുക്ക് ഇനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോകണം. 60,000. ക്വസ്റ്റ്യൻ: പൂവിനോട് ചേർന്നുള്ള പ്രത്യേക ഇലകൾ കനം കുറഞ്ഞതും കടലാസിന് സമാനമായതുമായതിനാൽ ഇനി പറയുന്നതിൽ എന്താണ് കടലാസ് പൂവ് എന്നും അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ബോഗൺവില്ല, ഓപ്ഷൻ ബി ഡാലിയ, ഓപ്ഷൻ സി അരളി, ഓപ്ഷൻ ഡി കൊങ്ങിണി. ബോഗൺവില്ലയാണെന്ന് തോന്നുന്നു. ഉറപ്പാണ്? നമുക്ക് പൂട്ടാം. ഉറപ്പാണോ? എന്നാണെങ്കിലും വരട്ടെ. എന്നതാ വരട്ടെ അല്ലേ പാലക്കാരി പറഞ്ഞേ? എന്നതാടി? ഓപ്ഷൻ എ ബോഗൺവില്ല. പൂട്ടി. എന്നതായാലും ഇത് തുറന്നു നോക്കുമ്പോണ്ടല്ലോ ഓപ്ഷൻ എ തന്നെ ഉത്തരം കാണുന്നു. ഉത്തരം ശരിയാണ്. ഇപ്പോൾ 60,000 രൂപ കൈ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ താങ്കൾക്ക് ഒരുപാട് ക്ലേശങ്ങൾ
ജീവിതത്തിലുണ്ട്. ഉണ്ട്, തീർച്ചയായും ആൾക്കാരോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ക്ലേശങ്ങളുണ്ട്. ഉണ്ട്. എപ്പോഴെങ്കിലും സന്തോഷത്തിന് വക കിട്ടുന്ന കാര്യമല്ലോ ഉണ്ടായി അടുത്ത കാലത്ത്? അങ്ങനെ പ്രത്യേകമായിട്ട് അങ്ങനെ സന്തോഷത്തിനായിട്ട് അങ്ങനെ ഒരു നിമിഷങ്ങളൊന്നും പറയാനില്ല. അല്ല, ഇതെങ്ങനെ തള്ളി നീക്കി മുന്നോട്ട് കൊണ്ടുപോകും? കാരണം ഈ രണ്ട് കുട്ടികളെ ഈ മാരക പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വരുമാനത്തിന് വഴിയില്ല. എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചിരിക്കുന്നു. ദൈവം എല്ലാം കാണുന്നുണ്ടെന്നുള്ളതാണ്. ഒരിക്കൽ പോലും ഞങ്ങൾക്ക് എന്താ പറയുക, കഷ്ടമുള്ള അവസ്ഥ വരുമ്പോൾ ദൈവം തന്നെ ആരെയെങ്കിലും കൊണ്ടുതരും, എവിടെന്നെങ്കിലും ഒക്കെ. തീർച്ചയായിട്ടും അതുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അല്ലെ പണ്ടേ ഞങ്ങളൊന്നും കാണത്തു പോലും ഇല്ല. അതാണ് നിങ്ങളുടെ ഈ ദയനീയമായ സ്ഥിതി, ഈ ദൈന്യത, ഈ ബുദ്ധിമുട്ട്, ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ വിശ്വസിക്കാത്തതും അവരിങ്ങനെ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു, അത് വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒത്തിരി അപ്സെറ്റ് ആയി പോയിട്ടുണ്ട് ഒരുപാട്. കാരണം ഇതെന്താണ്, ആളുകൾ എന്താണ് ഇങ്ങനെയെന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞങ്ങൾക്ക് ബൗദ്ധിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ ഒരു സംഘടനയുണ്ട്, സേവ് ദ ഫാമിലി എന്നാണ് പേര്. അപ്പം ആ സംഘടനയുടെ കോട്ടയം ജില്ലയുടെ കോർഡിനേറ്ററാണ് ഞാൻ. അപ്പൊ ഈ സംഘടനയ്ക്കകത്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ അവസ്ഥയിലുള്ള ആളുകളാണ്. ഓട്ടിസം, MR, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അങ്ങനെയുള്ള കുട്ടികളാണ്. കുട്ടികളുടെ പേരൻസിന്റെ സംഘടനയാണ്, കുട്ടികളാണ് ഉള്ളതെല്ലാം. അപ്പം ഒരുപാട് കോട്ടയം ജില്ലയിലും ഉണ്ട്. ഞങ്ങൾക്ക് മൊത്തം തന്നെ 1000 ഫാമിലി തന്നെയുണ്ട് കേരളത്തില് തന്നെ. സേവ് ദ ഫാമിലി കറക്റ്റ് ആയിട്ട് എനിക്ക് അങ്ങനെ മൊത്തത്തിലുള്ള ജനറ്റിക് ഡിസോർഡർ ആണ് കൂടുതലും അല്ലേ? അല്ല, ഇത് ഓട്ടിസം അങ്ങനത്തേതുള്ളത് ജനറ്റിക് ഡിസോർഡർ അല്ലല്ലോ. എല്ലാ ടൈപ്പ് ആൾക്കാരും ഇല്ലേ? ഇല്ല, ഇതിന്റെ അകത്ത് ഞങ്ങളുടെ ഈ സംഘടനയ്ക്കകത്ത് ബൗദ്ധിക മാനസിക വെല്ലുവിളികൾ മാത്രമുള്ളൂ. അവിടെയുള്ള കുട്ടികളുടെ എല്ലാം ഇതുപോലെ ഞാന് ഓരോ കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങളാണ് എനിക്ക് പ്രശ്നങ്ങളായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്നെ കൊണ്ട് വരുന്ന ഓരോരുത്തരെയും വിളിച്ച് അവരുടെ ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെയാണ് 24 കണക്റ്റിൽ ഞങ്ങളുടെ ഇത് പ്രമോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളുടെ ഫാമിലിയുടെ ആയിരുന്നു പ്രമോ ഉണ്ടായിരുന്നത്. അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കാരണം ഞാൻ 24ന്റെ കോട്ടയം റിപ്പോർട്ടറായിട്ടുള്ള ടോബി എന്ന് പറഞ്ഞ ആളെ വിളിച്ച് ഞാനിങ്ങനെ അവിടെ തന്നെ കോട്ടയത്തുള്ള ഒരാളുടെ ആദ്യം അങ്ങനെയാണ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത്, ഈ റിപ്പോർട്ടറെ പോലും പരിചയപ്പെടുന്നത്. അല്ല, സാറിനെയാണ് നമ്മൾ അപ്പൊ ഞാൻ ചോദിക്കുന്നത്, യഥാർത്ഥത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ അയൽവാസികളും അങ്ങനെയുള്ള ആളുകളും താങ്കളെ നന്നായി മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ താങ്കളുടെ ഭർത്താവിനെയും കുടുംബത്തെയും ഒക്കെ മനസ്സിലാക്കുന്നില്ല എന്നൊരു വേദനയിലാണോ താങ്കൾ കടന്നു പോകുന്നത്? തീർച്ചയായിട്ടും അതെ. അതിന്റെ ഇടയ്ക്ക് എന്തോ നിങ്ങൾ ഈ ഒരു പന്നി ഫാം നിർത്തിക്കാനായിട്ട് സ്റ്റേ വാങ്ങിച്ചു? പന്നി ഫാം അല്ല, അത് ഞങ്ങളുടെ വീടിന്റെ കിണറിന്റെ തൊട്ടപ്പുറത്തെ പറമ്പാണ് ഇവരുടെ ഈ പന്നിക്കൂടാണ്. അധികം ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, നമുക്ക് കണ്ടിട്ടില്ല. ഭയങ്കര സ്മെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വോമിറ്റിങ്, ഫുഡ് പോലും കഴിക്കാൻ മേല. ഞങ്ങളുടെ അടുക്കളയുടെ വശത്താണ് ഇവരുടെ ഈ പന്നി. അത് ബാത്റൂമിലെല്ലാം ദുർഗന്ധമാണെങ്കിൽ നമുക്കറിഞ്ഞുകൂടല്ലോ. അപ്പൊ ആ ഭാഗത്തുള്ള എല്ലാവർക്കും ഈ ദുർഗന്ധം ഉണ്ട്. പക്ഷേ അവർക്കൊന്നും കംപ്ലൈന്റ് കൊടുത്തത് അല്ല, അതെന്ന് പറയാൻ ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. അവർക്കുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ അടുക്കളയുടെ ആ വശമാണ്. ഞങ്ങൾക്ക് വീടിന്റെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ ഇരിക്കത്തില്ല. അവിടെ ആരെങ്കിലും വന്ന ഒരു വെള്ളം പോലും മറ്റൊരാൾ പുറത്തുനിന്ന് വന്നാൽ കുടിക്കത്തില്ല. നമുക്കോ പറ്റിയല്ല, അപ്പൊ പിന്നെ പുറത്തുനിന്നുള്ള ആൾ എങ്ങനെ വന്ന് കുടിക്കും? നമുക്ക് ഒരു നിവൃത്തിയില്ല. പിന്നെ അസുഖങ്ങളാണ്. ഒന്നാമതേ ഓൾറെഡി നമ്മൾ അസുഖങ്ങളുള്ള കുട്ടികളുടെ വീട്, അതിന്റെ കൂട്ടത്തിൽ ഛർദി, ഇതുപോലെ വയറ്റീന്ന് ഒഴിച്ചില്ല, ഇത് വന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ കംപ്ലൈന്റ് കൊടുത്തു അല്ലേ? പല പ്രാവശ്യം ഇവരോട് പറഞ്ഞു. ഇവരോട് നമുക്ക് കംപ്ലൈന്റ് അല്ലല്ലോ ആദ്യം ചെയ്യുന്നത്. ഇവരോട് പറഞ്ഞപ്പം മകനോടാണ് പറയുന്നത്, മൂത്ത മകനോട് പറഞ്ഞപ്പം പറഞ്ഞു അത് ചാച്ചനാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ചാച്ചനോട് പറയാൻ പറഞ്ഞു. ചാച്ചനോട് പറഞ്ഞപ്പം ചാച്ചൻ പിന്നെ അതിനൊന്നും മറുപടിയായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. നമ്മളോടൊരു മുഷിപ്പായിട്ട് മാറി പിന്നെ അദ്ദേഹത്തിന്. അപ്പം നമ്മൾ പന്നി വളർത്തുന്നത് നിങ്ങൾക്ക് എന്താ സർക്കാർ പ്രശ്നം എന്നായിരിക്കും അല്ലേ? അപ്പൊ ഈ പിന്നെ നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്താൽ കൂടെ ഇപ്പം നിന്നല്ലേ? അല്ല, അദ്ദേഹം അവിടുന്ന് PHSന്ന് അവരുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് നമ്മുടെ വീട്ടിലാണ് ആദ്യം വരുന്നത്. അപ്പൊ അദ്ദേഹം മൂക്ക് പൊത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം കയറി വരുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നതെന്നാണ് അദ്ദേഹം വരുമ്പോഴേ ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് അന്നേരം നമ്മളോട് ഇത് പറഞ്ഞു. അപ്പം നമ്മളൊരു വീട്ടിൽ ഒരാൾ വരുന്നതല്ലേ എന്നോർത്ത് ഞാൻ ഓടിക്കൊണ്ട് ഒരു ജ്യൂസ് ഒക്കെ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ പൊന്നെ നിൽക്കാൻ പോലും പറ്റുന്നില്ല, ഞാൻ മേളിലോട്ട് പൊക്കോളാം, വെള്ളം ഒന്നും വേണ്ട, കൊണ്ടി വെച്ചോളാൻ എന്നോട് പറഞ്ഞു. അങ്ങനെ ഈ സാധനം നമ്മൾ വെള്ളം കൊണ്ട് കുടിച്ചു പോലും. അദ്ദേഹം മേളിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് അന്നേരം തന്നെ സ്റ്റോപ്പ് മെമ്മോ എഴുതി കൊടുക്കുമായിരുന്നു. നിർത്തിച്ചു. അവസ്ഥ ബുദ്ധിമുട്ടിന് കാരണമായി നമ്മളോടുള്ള ഒരു വൈരാഗ്യത്തിന് ചിലപ്പോ ഈ ഒരു പരിപാടിയോടെ ആ ഒരു മുഴിച്ചിലും ആ മുഴിപ്പുണ്ടല്ലോ, നാടൻ ഭാഷ പറഞ്ഞാൽ അതങ്ങ് മാറും തോന്നുന്നു. മാറണം എന്നാണ് നമ്മൾ നാടൻ വർത്തമാനത്തിലാണ് പറയുന്നത്, ചിലപ്പോ അങ്ങ് മാറും. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്. 70,000 രൂപയുടെ ചോദ്യമാണ്. 70,000
ക്വസ്റ്റ്യൻ പ്ലീസ്. പണ്ട് കാലത്ത് ആനക്കൊമ്പിന്റെ കച്ചവട കേന്ദ്രമായതുകൊണ്ട് പോർച്ചുഗീസുകാർ ആനക്കൊമ്പിന്റെ തീരം എന്ന പേര് നൽകിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ സെനഗൽ, ഓപ്ഷൻ ബി ഐവറി കോസ്റ്റ്, ഓപ്ഷൻ സി സൊമാലിയ, ഓപ്ഷൻ ഡി ബുർക്കിന ഫാസോ. ബി ഐവറി കോസ്റ്റ്. ഐവറി കോസ്റ്റ്. അത് പൂട്ടാമോ? ആ പൂട്ടാ. ടെൻഷൻ ഇല്ലല്ലോ? ഇല്ല. ഓക്കെ മോളെ പൂട്ടിയേ കേട്ടോ. ഓക്കെ. ഇനി നോക്കാനില്ലല്ലോ ഒന്നും. ഇല്ല. അങ്ങള് പൂട്ടാൻ പോവാ? പൊട്ടിക്കോ? നിങ്ങളിപ്പോ പൂട്ടും. ഓപ്ഷൻ ബി ഐവറി കോസ്റ്റ്. ഉത്തരം ശരിയാണ്. അപ്പൊ 70,000 രൂപ കൈ കിട്ടി. ഇനി നമ്മൾ നേരിട്ട് 80,000-ലേക്ക് ചാടുന്നു. ഇങ്ങനെ പെട്ടെന്ന് പൈസ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണോ? പൈസ അതിനേക്കാളും കൂടുതൽ എനിക്ക് നമുക്കൊന്ന് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരമായിരുന്നു, നമുക്ക് തുറന്നു പറയാനുള്ള അവസരമായിരുന്നു നമുക്ക് ആവശ്യം. അതിനോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു. അപ്പൊ 80,000 ചോദ്യത്തിലേക്ക് പോകുന്നു. പക്ഷെ കുട്ടേട്ടൻ ചുണ്ടനക്കുന്നുണ്ട്. എന്താ പറയാൻ വന്നതാണ്? പറയാ കുട്ടേട്ടാ. സ്മിത ആന്റണി, താങ്കൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി പണ്ടൊരിക്കൽ താങ്കൾ ഒരു ധ്യാനത്തിന് പോയി എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. ശരിയല്ലേ? അതെ. എന്നായിരുന്നു അത്? ഒരു നല്ല ഭർത്താവിനെ കിട്ടത്തില്ല എന്ന് തോന്നൽ വന്നപ്പോഴാണ് ധ്യാനം കൂടാൻ പോയത്? അല്ല, അങ്ങനെയല്ല. എൻ്റെ അപ്പാപ്പനും ആന്റിയും ഒക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ധ്യാനത്തിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വീട്ടില് അമ്മയും അപ്പച്ചനും ഒക്കെ ചിന്തിച്ചു, മോളും കൂടെ പോട്ടെ, അവർക്ക് ഒറ്റ മോളാണ്, അപ്പം ആ മോക്ക് നല്ലൊരു ജീവിതം കിട്ടുക എന്നുള്ളതല്ലേ അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവരങ്ങനെ പറഞ്ഞു വിട്ടതാണ്. പറഞ്ഞു വിട്ട് അവിടെ ചെന്ന് കൗൺസിലിംഗ് ഉണ്ടായിരുന്നു, ധ്യാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 2-3 ദിവസം 3 ദിവസം ആണെന്ന് എനിക്ക് എൻ്റെ തോന്നൽ അങ്ങനെയാണ്. അപ്പൊ ആ ധ്യാനം എല്ലാം കൂടി അവിടെ ഒരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ കയ്യിലൊരു വലിയ സ്വർണ്ണ കുരിശുണ്ട്. ഈ സ്വർണ്ണ കുരിശ് തലേ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു പ്രകാശവും ഒരു രൂപവും ഒക്കെയാണ് നമുക്ക് എന്തോ വല്ലാത്ത ഒരിത്. അപ്പം അതിനുശേഷം അച്ഛൻ എന്നോട് പറഞ്ഞു, 41 ദിവസം തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കണം മോള് നന്നായിട്ട്, മോക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടും. ഇപ്പോൾ ഒന്നും അല്ല ഇപ്പൊ കിട്ടുന്നത്, ഇച്ചിരി താമസം വരും, പക്ഷേ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ, പുറത്തുനിന്ന് ആള് വരണം എന്ന് പറഞ്ഞു. അപ്പം പുറത്തുനിന്ന് ആള് വരണം എന്ന് പറഞ്ഞപ്പം ശരിയാ, 41 ദിവസം. ഞാൻ ഓർത്ത് എന്തോ വിദേശത്തു നിന്നൊക്കെ ആരാണ്ടോ വരാനാണ് ഉദ്ദേശം. നമ്മൾ പ്രാർത്ഥിച്ചോ? 40 ദിവസം പ്രാർത്ഥിച്ചോ? തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. ആള് വന്നു. അടുത്ത ജില്ലയിൽ നിന്നോ? അല്ലല്ല, നമ്മുടെ ജില്ല തന്നെയാണല്ലോ. എവിടുന്നാ വന്നത്? പിന്നെ പുറത്തുനിന്ന് വരുമെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? അതെ, അദ്ദേഹം ഡൽഹിയിലായിരുന്നു. അവിടുന്ന് വന്നു. അച്ഛൻ പറഞ്ഞ കറക്റ്റാ. അതെ അതെ അതെ. അപ്പൊ ആ ഭർത്താവിനെ തന്നെയാണോ കിട്ടിയത്? അതെ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. 80,000 രൂപയുടെ ചോദ്യം. ക്വസ്റ്റ്യൻ പ്ലീസ്. താങ്കൾക്ക് ഒരു ദൃശ്യം കാണിച്ചു തരാം, അങ്ങോട്ട് നോക്കിക്കോളൂ. ഇനിയാണ് ചോദ്യം. കേരള ടൂറിസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വാഗമണ്ണിൽ വെച്ച് നടത്തുന്ന അന്താരാഷ്ട്ര മത്സരത്തിലെ ഈ കായിക ഇനം ഏതാണ്? ഓപ്ഷൻ എ സർഫിംഗ്, ഓപ്ഷൻ ബി പാരാഗ്ലൈഡിംഗ്, ഓപ്ഷൻ സി കയാക്കിംഗ്, ഓപ്ഷൻ ഡി സ്കേറ്റ് ബോർഡിംഗ്. പാരാഗ്ലൈഡിംഗ്. പാരാഗ്ലൈഡിംഗ് ആണോ ഇത്? അതെ അതെ. ബി കൂട്ടാമോ? ഓപ്ഷൻ ബി ഊട്ടി പാരാഗ്ലൈഡിംഗ്. ഇങ്ങനെയുള്ള സംഭവം നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ? ശരിക്കും നമ്മുടെ നാട്ടിലൊന്നും ഇല്ല, ഈ വാഗമണ്ണിലൊക്കെ ഉണ്ട്. ഓപ്ഷൻ ബി ഉത്തരം ശരിയാണ്. യു ആർ കറക്റ്റ്. 80,000 രൂപ കിട്ടിയിരിക്കുന്നു. താങ്കൾ നഴ്സിംഗ് പഠിച്ച കൊൽക്കത്തയിലായിരുന്നു? അല്ല, ഞാൻ പഠിച്ചത് ഹൈദരാബാദ് വാറങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഹൈദരാബാദിലായിരുന്നു, വാറങ്കലിലായിരുന്നു. ജോലി കിട്ടിയതായിരുന്നു കൊൽക്കത്തയിൽ അല്ലേ? അവിടെ കുറെ കാലം ജോലി ചെയ്തോ? ചെയ്തു. പിന്നെ അവിടെ നിന്ന് പോരാൻ കാര്യം? അവിടുന്ന് എനിക്ക് ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടായി, ഫുഡിന്റെ പ്രശ്നം കാരണം. അപ്പൊ അങ്ങനെ നാട്ടിൽ വന്നു, അതിന്റെ സർജറി കഴിഞ്ഞു. സർജറി കഴിഞ്ഞതിന് ശേഷം തിരുവല്ല പുഷ്പഗിരിയുടെ തന്നെ കടയിനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരുടെ ഒരു ക്ലിനിക് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണം നടക്കുന്നത്. മുകളിലോട്ട് പോയാലോ? മുകളിലോട്ട് പോകാനല്ലേ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ കുട്ടേട്ടാ, ലെവൽ 3. അപ്പൊ നമുക്കിനി 1,00,000 രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ, ഏത് രാജ്യത്തു നിന്നുള്ള ഫുട്ബോൾ താരമാണ് ഫറവോ എന്ന് വിളിപ്പേരുള്ള മുഹമ്മദ് സല? ഓപ്ഷൻ എ ഈജിപ്ത്, ഓപ്ഷൻ ബി ടുണീഷ്യ, ഓപ്ഷൻ സി മൊറോക്കോ, ഓപ്ഷൻ ഡി ഇറാൻ. ഒരു പിടിവള്ളി വേണം. ആരുടെ വേണ്ടത്? കുട്ടേട്ടൻ തന്നെ ആയിക്കോട്ടെ. കുട്ടേട്ടാ. സ്മിത ആന്റണി, ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും, അതിൽ 1 ശരിയുത്തരമാണ്. എ ഈജിപ്റ്റ്, ബി ടുണീഷ്യ, ഡി ഇറാൻ. അപ്പൊ 1,00,000 രൂപയുടെ ചോദ്യമാണ്. 3 ഉത്തരം ഇപ്പോൾ ബാക്കിയുണ്ട്. വേണമെങ്കിൽ താങ്കൾക്ക് ഒരു പിടിവള്ളിയോട് ഉണ്ട്, അതും എടുക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇതിന്റെ വില നിലവാരം ഇങ്ങനെയാണ്. താങ്കൾക്ക്
വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയും കിട്ടും. തെറ്റ് പറ്റിയാൽ 8,000 രൂപ കിട്ടും. പിന്മാറിയാൽ 40,000 കിട്ടും. 1 ലക്ഷം രൂപയുടെ ആയതുകൊണ്ട് തന്നെ കോസ്റ്റ്ലി ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കരുത്. ഇവിടുത്തെ പിടിവള്ളിയുടെ വേണോ? വേണം, അതും കൂടി എടുക്കാം. അതും കൂടെ എടുക്കാം. ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കാമോ? ഏത് രാജ്യത്തു നിന്നുള്ള ഫുട്ബോൾ താരമാണ് ഫറവോ എന്ന് വിളിപ്പേരുള്ള മുഹമ്മദ് സലാ? 3 ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്. ഓപ്ഷൻ എ ഈജിപ്ത്, ഓപ്ഷൻ ബി ടുണീഷ്യ, ഓപ്ഷൻ ഡി ഇറാൻ. മോള് പഠിച്ചിട്ടുണ്ടോ ഇതുവല്ലോ? ഇല്ല. ഊഹം വെച്ച് പറയുവാണെ ഇറാൻ എന്ന് പറയാം. ഇറാൻ. നിങ്ങൾക്ക് ഊഹം വയ്ക്കാൻ വല്ലതും ഉണ്ടോ? ഇല്ല. മോളുടെ കൂടെ ചേരുക. ഇഷ്ടമുണ്ടെങ്കിൽ ചേർന്നാ മതി. ഓപ്ഷൻ എ ഈജിപ്ത്. ഈജിപ്ത് പൂട്ടട്ടെ? പൂട്ടിക്കോ. എന്തോ വരട്ടല്ലേ? അതെ, ഇതിൽ കൂടുതൽ എന്തോ വരാനാ അല്ലേ? പിന്നെ ഇതിൽ കൂടുതൽ ഒന്നും ഇനി വരാനില്ല. അപ്പൊ അങ്ങനെ ഒരു ധൈര്യം എപ്പോഴും ജീവിതത്തിൽ ഉണ്ടല്ലേ, ഇതൊക്കെ വന്നതുകൊണ്ട്? അല്ല, തീർച്ചയായിട്ടും നമുക്ക് പൈസ തന്നെയല്ലല്ലോ, ഏത് കാര്യത്തെ നേരിടുക എന്നുള്ള ചങ്കുറപ്പാണ്. ഒരു കരുത്തൊരു വിൽ പവർ ഇപ്പൊ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഭർത്താവിന് ഇതുപോലെയാണ്? അതോ ഭർത്താവ് ഭീരുവാണോ? അല്ല, സ്ട്രോങ് അല്ല. അല്ലയോ? അല്ല, അതുകൊണ്ടാണ് ഞാൻ സ്ട്രോങ് ആയിട്ട് നിക്കണം എന്നുള്ള ഉറപ്പ് കൊണ്ടാണ്. അല്ലെ ഞാൻ കരഞ്ഞു പോകും എവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞാലും. ഞാൻ കരയില്ലാന്ന് ശബ്ദം ചെയ്ത് ജീവിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. അതെന്താ കരഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ ഇതങ്ങ് ഡിസ്യൂൾഡായി പോവില്ലേ ഈ ഇമോഷണൽ? ഇല്ല, ഒരിക്കലും എന്റെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഞാൻ കരയില്ല. കാരണം എന്റെ ഇളയ മോന്, അതുപോലെ രണ്ടാമത്തെ മോന് കൂടുതലും പെട്ടെന്ന് നമ്മൾ കരയുന്ന കാര്യം അവന് മനസ്സിലാവാതെ എന്താണെന്നറിയില്ല. മുഖത്തിന്റെ ഒരു ചെറിയ ഒരു കാര്യത്തിൽ ഒരു ഷേപ്പിന് ഇങ്ങനെ എന്തൊരു വ്യത്യാസം വന്നാൽ പോലും അവനിങ്ങനെ ശ്രദ്ധിക്കും. അങ്ങനെ എന്റെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കും. അപ്പം അവന് മനസ്സിലാവും, അവൻ കരയുമായിരിക്കില്ല, തലക്കിട്ട് ഇങ്ങനെ കൈ കൊണ്ട് അടിക്കുക, ഇങ്ങനെ അടിച്ചടിച്ച് ഇവിടെ ഒരു തഴമ്പ് പോലായി. എന്നിട്ട് ഒരു ഭയങ്കര കരച്ചിലും ബഹളവുമാണ്. അപ്പൊ ഞാൻ ഒരിക്കലും ഇനി കരയത്തില്ല. കാരണം ഞാൻ സഹിക്കാൻ പറ്റുന്നതെല്ലാം ഒരു അമ്മ സഹിക്കേണ്ടതിന്റെ അങ്ങേയറ്റം സഹിച്ച് ക്ഷമിച്ച് എല്ലാമായി. അതുകൊണ്ട് ഇനി കരയത്തില്ല ഒരിക്കലും ജീവിതത്തിൽ. അത് ഞാൻ ശബ്ദം ചെയ്താൽ, ഞാൻ കരഞ്ഞാൽ ഹസ്ബൻഡ് തളർന്നു വീണു പോകും. കാരണം ഹസ്ബൻഡും കൂടി ഇല്ലാണ്ടായാൽ പിന്നെ ഞാൻ എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ വളർത്തും? അപ്പം എനിക്ക് കരഞ്ഞ് പറ്റില്ല, കരയാൻ പറ്റില്ല. ഈ ഭർത്താവിന്റെ വീട്ടുകാർ ഒട്ടും സഹായിക്കുന്നില്ല? ഒന്നുമില്ല. അവരൊരു ധനാഠ്യൻ ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ട്. സഹോദരൻ വരുമോ അദ്ദേഹം? ഇല്ല, ഒന്നുമില്ല. എന്റെ ഇളയ കുഞ്ഞിനെ കണ്ടിട്ട് പോലും ഇല്ല. കല്യാണത്തിനൊക്കെ സഹകരിച്ചായിരുന്നു? കല്യാണം അവര് ഭയങ്കര ഗംഭീരമായിട്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ ഭയങ്കര കല്യാണമായിരുന്നു. കെ എം മാണി സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഈ കെ എം മാണി സാറിന്റെ പാർട്ടിയിലെ. അപ്പം അതിന്റെ പേരിൽ എന്റെ ഹസ്ബൻഡുമായി ബന്ധപ്പെട്ട ആളുകളല്ല അതിൽ പങ്കെടുത്തത്, മുഴുവൻ രാഷ്ട്രീയത്തിലുള്ള ആളുകളായിരുന്നു. അദ്ദേഹത്തിന്റെ രീതിയിലുള്ള കല്യാണമായിരുന്നു, ഭയങ്കര കല്യാണമായിരുന്നു. ഹസ്ബൻഡ് വീട്ടിലിപ്പോ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡിന്റെ അമ്മയും മരിച്ചു പോയതാണ്. അവിടെ ഒരു ഈ പറഞ്ഞ ജ്യേഷ്ഠനും അദ്ദേഹത്തിന്റെ വൈഫും ഒരു മോളുണ്ടായിരുന്നു, കെട്ടിച്ചു വിട്ടു. പിന്നെ 2 ആൺകുട്ടികളാണ്. അവർ ജോലി സംബന്ധമായിട്ട് അവരെവിടെയോ, എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം ഇങ്ങനെയുള്ളതായതുകൊണ്ട് നമ്മൾ എവിടെയാണെന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ ഈജിപ്തിലേക്ക് പറക്കുന്നു, ഈജിപ്ത് പൂട്ടുന്നു. തീർച്ചയായും ആ ഉത്തരം ശരിയാണോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുക. ഞാൻ ഫറവോ എന്ന് പറഞ്ഞപ്പോ ഈജിപ്തിലെ രാജാവ് ഫറവോ, അതുകൊണ്ടാണ് ഞാൻ ആ പേരെന്ന് പറഞ്ഞപ്പോ ഈജിപ്ത് എന്ന് പിടിച്ചത്. അപ്പൊ ആ പിടി ശരിയായി, ഉത്തരം ശരിയാണ്. അപ്പോ 1 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇനി 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 2 lakhs ക്വസ്റ്റ്യൻ. ലോകം മൊത്തം ഒരു രാജ്യമായിരുന്നെങ്കിൽ അതിന്റെ തലസ്ഥാനം ഏത് നഗരമാകുമെന്നായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട് അഭിപ്രായപ്പെട്ടത്? ഓപ്ഷൻ എ പാരീസ്, ഓപ്ഷൻ ബി ദുബായ്, ഓപ്ഷൻ ഡി ഇസ്താംബൂൾ, ഓപ്ഷൻ ഡി അലക്സാൻഡ്രിയ. കൺഫ്യൂഷനാണ് ആലോചിച്ച് പറയണം. കാരണം എന്താ അറിയാമോ, ഇപ്പോഴത്തെ വില നിലവാരം പറയാം, കമ്പോള നിലവാര അവലോകനം. അതായത് വിജയിച്ചാൽ 2 ലക്ഷം, തെറ്റിയാൽ ആകെ കിട്ടാൻ പോകുന്നത് 10,000 രൂപയാണ്. അതേസമയം പിന്മാറിയാൽ 1/2 ലക്ഷം രൂപ കിട്ടും. അങ്ങനെയാണ് പിന്മാറിയേക്കാം. കാരണം ഇതിലൊരു ഉറപ്പില്ല. പ്രശ്നമുണ്ട്. ഉള്ളത് കൂടെ ഞാൻ കളയണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമായി. തീർച്ചയായിട്ടും 1/2 ലക്ഷം രൂപ, നമുക്ക് 1/2 ലക്ഷം രൂപ തീർച്ചയായും 1 രൂപ പോലും ഞങ്ങൾക്ക് ഇപ്പൊ വിലപ്പെട്ടതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം ബാങ്കിന്റെ ലോണിനാണ് പ്രശ്നം, അത് വളരെയേറെ പ്രശ്നത്തിലാണ്. 8 ലക്ഷം രൂപ ബാങ്കിന്റെ ജപ്തിയാണ് അല്ലേ? അതെ അതെ. 8 ലക്ഷം എത്ര കൊടുക്കുക? 8 ലക്ഷം ജപ്തി കിടക്കുകയാണ്. അതെ അതെ. അപ്പൊ ആ ബാങ്ക് വന്ന് ജപ്തി ചെയ്താൽ നിങ്ങളിപ്പോ താമസിക്കുന്ന വീട് ഒഴിയേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും. ഈ കുഞ്ഞിനെയും കൊണ്ട് എവിടെ പോകണം? അവനെയും കൊണ്ട് ഓർത്ത് നമുക്ക് വേറൊരിടത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം ഒരു വീട് കിട്ടത്തില്ല. ഈ ഓട്ടിസം ഒക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്കൊന്നും ആരും കൊടുക്കില്ല വീട്. അപ്പം അവനെയും കൊണ്ട് എന്ത് ചെയ്യും? കാരണം ഈ ഒരു അവസ്ഥയിൽ അവിടെ ജനിച്ചു വളർന്ന കുഞ്ഞാണ്, അവന് വേറൊരു ക്ലൈമറ്റുമായിട്ട് പിടിച്ചു പോകാനും പറ്റത്തില്ല. പ്രയാസമാണ്. ഈ ജപ്തി ഒഴിവാക്കി കിട്ടാൻ ആരെങ്കിലും സഹായിക്കണം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതാണ് അവസ്ഥ. അത് ആരെങ്കിലും സഹായിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്.
ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് ഈ പരിപാടിയും താങ്കളുടെ ഈ ദൈന്യതയും ജീവിതത്തിലെ പ്രാരാബ്ദവും ബുദ്ധിമുട്ടും ഒക്കെ അറിയുന്നുണ്ട്. ഇനി 2 കുട്ടികളുടെ അവസ്ഥയ്ക്ക് നടുവിലൂടെ ഒരു കുടുംബം ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതൊക്കെ അറിയാവുന്ന ആരെങ്കിലും സഹായിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ താങ്കൾ ഈ പരിപാടിയിൽ നിന്ന് ബുദ്ധിപരമായിട്ട് പിന്മാറുന്നു. 1 ലക്ഷം രൂപ ഇപ്പോൾ കയ്യിലുണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇസ്താംബൂൾ. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം അന്ന് നിങ്ങളെ പബ്ലിക്കായിട്ട് ഈ ദയാവാദത്തെ കുറിച്ച് പറഞ്ഞു, കുടുംബത്തോട് ഇല്ലാതാകുക എന്ന് പറയുന്നത്, അതിനൊരു ഔപചാരികമായ ഒരു പെർമിഷൻ ആണല്ലോ ഈ ദയാവധം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങുമോ? ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ തയ്യാറായി എന്ന് വരും? തീർച്ചയായിട്ടും. നമ്മൾ ദയാവാദത്തിന് കൊടുത്തിട്ടില്ല. നമുക്ക് സഹായം ഇങ്ങനെ പറഞ്ഞതല്ല, കൊടുത്തില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ശരിക്കും നിങ്ങൾക്ക് ജീവിക്കണ്ടേ ഇവിടെ? ജീവിക്കണം. പക്ഷെ ഞങ്ങളെ ദയവ് ചെയ്ത് ഈ നാട്ടുകാരുടെ ഉപദ്രവം അതൊക്കെ ചിലപ്പോൾ അവർ ഇതോടെ കുറയ്ക്കും. കാരണം എന്നറിയാമോ? കാരണം നിങ്ങളെയൊക്കെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ദ്രോഹിക്കാതെങ്കിലും ഇരിക്കാമല്ലോ. അത് അവർ മനസ്സിലാകും. കാര്യം അവരൊക്കെ പള്ളിയിലൊക്കെ പോകുന്നില്ലേ? അതെ, തീർച്ചയായിട്ടും. എല്ലാരും ക്രിസ്ത്യൻസ്, പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ. അതെ, ഉള്ള അയൽവാസികളല്ലേ? അതെ അതെ. ബൈബിളൊക്കെ വായിക്കുന്നവരല്ലേ? ബൈബിളിൽ സഹായിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ? നമുക്ക് സഹായം ചെയ്തതിൽ ഉപദ്രവം ഉണ്ടാവാതിരിക്കുക എന്ന് മാത്രം. അതിന് എനിക്ക് തോന്നുന്നത് ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ മനസ്സങ്ങനെ പറയുന്നു. ഇപ്പൊ ഈ മോൾ ഇവിടെ ഇരിപ്പുണ്ട്. അവൾക്ക് ഈ ദയാവധം എന്തോന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ ഈ മെഴ്സി കില്ലിംഗ് എന്ന് പറഞ്ഞാൽ അവള് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോ അവൾക്കൊക്കെ ഒരു സന്തോഷത്തിൽ മുന്നോട്ട് പോകണമല്ലോ ജീവിതത്തിൽ. തീർച്ചയായിട്ടും. നെഗറ്റീവായിട്ട് ആലോചിക്കണ്ട, ഇനി ഇല്ല, പോസിറ്റീവായിട്ട് ആലോചിക്കുക. ഒരുപാട് പ്രതിസന്ധി നിങ്ങൾ കടന്നില്ലേ ഇപ്പോൾ? അല്ലെങ്കിൽ ഇതിനു മുമ്പേ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതായിരുന്നല്ലോ. അതെ, തീർച്ചയായിട്ടും. ഞങ്ങൾ ഒരിക്കലും സ്വയം മരിക്കത്തില്ല. അത് ഞങ്ങൾ ഉറപ്പിച്ച ആളുകളാണ്. ഒരിക്കലും ഇല്ല. എനിക്ക് തോന്നുന്നു നിങ്ങളെ സഹായിക്കാൻ ആരോ വരും. ഒരാൾ എവിടെ ഇരിപ്പുണ്ട്. പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ജീവിതത്തില്. പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഫലം ഉണ്ടായോ? തീർച്ചയായിട്ടും. പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് മാത്രം. അപ്പൊ ഇതിനും സാധ്യതയുണ്ട്. അപ്പൊ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ദയാവാദത്തിന്റെ കാര്യമൊക്കെ മാറ്റി വെക്കുക. മനുഷ്യരെ സഹായിക്കാൻ ഇപ്പൊ നമ്മള് അയൽവാസികളെ മാത്രമല്ലല്ലോ ഈ ലോകത്ത്, ഇത്രയും കൂടി മനുഷ്യരല്ലേ. അപ്പോ അവരാരോ താങ്കളെ സഹായിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നൊരു വെളിപാടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഓക്കെ, ശരി സാർ. അപ്പൊ നമുക്ക് താട്ട് പോയാലോ? തീർച്ചയായിട്ടും. ഓക്കെ കുട്ടേട്ടാ. ലെവൽ 1. അപ്പൊ സ്മിത ആന്റണി വരിക. ഒരിക്കലും എല്ലാ ദുഃഖത്തിനും അവസാനം ഉണ്ടാകും എന്ന് ആഗ്രഹിക്കുക. 2 കുട്ടികളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഒരു സർട്ടിഫിക്കറ്റ് ആണ്, ഇതിൽ പങ്കെടുത്തുന്നുള്ളത്. പണം നമ്മൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, താങ്ക് യു. കണ്ടതിൽ വളരെ സന്തോഷം. സ്ട്രോങ് അമ്മയാവുക. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതുവഴി അങ്ങ് പോയാൽ പാലയിൽ ഇറങ്ങാം. പ്രശസ്തമായ വചനം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അന്യരോട് കരുണ കാണിക്കുന്നവർക്ക് ദൈവസഹായം ലഭിക്കാൻ അർഹതയുള്ളൂ എന്ന കാര്യം. എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ സ്മിത ആന്റണിയുടെ കാര്യമാണ്. നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദ്രോഹിക്കാതെ ഇരിക്കുക എന്ന് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഇവരുടെ ഈ ബുദ്ധിമുട്ട് മനസ്സിലായി കാണും. ആ ബുദ്ധിമുട്ട് മനസ്സിലായവർ സുമനസ്സുകൾ ഉണ്ടെങ്കിൽ സഹായിക്കുക. മറ്റൊരു മത്സരാർത്ഥിയുമായി ഇനി നാളെ രാത്രി 9 മണിക്ക്. ഗുഡ് ബൈ.